റഹീമീൻ. ഇനി നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. 7:30 എന്ന പ്രസംഗം കൃത്യമായി തുടങ്ങിയിട്ടുണ്ട്. 9 മണിവരെ പ്രസംഗവും 10 മണിവരെ മുഖാമുഖവും എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എന്റെ അഭിവന്ദനായ സുഹൃത്ത് പണ്ഡിത ശ്രേഷ്ഠൻ, നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടിലെ മുദരിസായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവർകൾ അവിടുന്ന് മുഖാമുഖത്തിന് പ്രധാനമായും നേതൃത്വം നൽകും. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ഈ പരിപാടി നമ്മുടെ സമസ്തക്കാരാണ്. നമ്മുടെ മര്യാദയും ബഹുമാനവും ഒക്കെ നമ്മൾ നിലനിർത്തണം. ഒരാളെ എതിരാളിയെ കടിച്ചു കീറുന്ന സ്വഭാവം ഉണ്ടാവരുത് എന്നത് നമ്മുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താക്കളോട് പറയണം, ഇത് ഒരു ദീനീയായ ഒരു സംരംഭമാണ്. അതുകൊണ്ട് തന്നെ സ്വദേശപരമായിരിക്കണം. നല്ല രീതിയിൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് സൗകര്യത്തിന് വേണ്ടി ആരാണ് ചോദിക്കുന്നത്, പേരും നാടും അറിയാം. അതിന് പുറമെ അയാളോട് മറുപടി പറയുമ്പോഴുള്ള സൗകര്യം. ഒരാളോട് മറുപടി പറയുമ്പോൾ അയാൾക്കെതിരെ രേഖ അയാളോട് പറയുന്ന കാര്യങ്ങൾക്ക് രേഖകൾ, തെളിവുകൾ സമർപ്പിക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടി ഇന്ന ഗ്രൂപ്പിന്റെ ആളാണ്, ഇന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ് ഞാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. പറഞ്ഞു തരണം. ഞങ്ങൾ പറയാം, ഞങ്ങള് സമസ്തയാണ്. സമസ്തയിൽ തന്നെ സമസ്ത എന്ന് പറഞ്ഞാൽ EK വിഭാഗം സമസ്തയാണ്. ഞങ്ങൾക്കത് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ഉസ്താദുമാർ ആ നിലകൊള്ളുന്ന ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് പറയുന്നതിൽ അഭിമാനമാണ്. അതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല മറ്റൊന്നുമില്ല എന്നും പറയരുത്. ഏതെങ്കിലും മുജാഹിദ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഒരു ഗ്രൂപ്പിലും ഇല്ലാതിരിക്കൂലല്ലോ. പണ്ട് കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞ പോലെ ഗ്രൂപ്പില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് സമ്മേളനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും കൂടൂല. ഗ്രൂപ്പില്ലാത്തൊരു കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിലും പെടാത്ത മുജാഹിദുകളും ജമാഅത്തുകാരൊന്നും ഉണ്ടാവില്ലല്ലോ, ഏതെങ്കിലും ഗ്രൂപ്പിൽ. അപ്പൊ ഇന്ന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദാണ്, തബ്ലീഗാണ്, ഖാദിയാനിയാണ്, അല്ലെങ്കിൽ മുജാഹിദിൽ തന്നെ AP ഗ്രൂപ്പാണ്, മടവൂരി ഗ്രൂപ്പാ, ജിന്ന് ഗ്രൂപ്പാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സൗകര്യത്തിൽ മറുപടി പറയാമെന്ന് നിനക്ക് നിങ്ങൾ പറഞ്ഞ് സഹകരിച്ചു തരണമെന്നും, അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിനെ അങ്ങോട്ട് മറുപടി പറയുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അത് അയാളെ കീഴ്പ്പെടുത്താൻ നിനക്കല്ല, അയാൾക്കുള്ള ഉത്തരം മനസ്സിലാക്കി കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതിനൊക്കെ സഹകരിച്ചു തരണമെന്നും ബഹുമാനപ്പെട്ട ചോദ്യകർത്താക്കളോട് അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ടും കൂക്കി വിളിച്ചിട്ടും മറ്റൊന്നും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അതൊന്നും നമുക്ക് വേണ്ട. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ പ്രമാണം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, അതിന് പൂർവികർ നൽകിയ വ്യാഖ്യാനങ്ങൾ, ഇതാണ് നമ്മുടെ പ്രമാണം. ഈ പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് മറുപടി നൽകണം. അല്ലാണ്ട് ചിരിച്ചിട്ടും തക്ബീറിലിട്ടും തോപ്പിച്ചിട്ടൊന്നും നമുക്ക് പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ സ്വഭാവം നയമല്ല എന്നും ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ പ്രധാനമായി പറയാനുള്ളത്, ചോദ്യകർത്താക്കൾ പ്രസംഗിക്കരുത്, ചോദ്യം ചോദിക്കാം. ഞങ്ങളെ മൈക്കും ഞങ്ങളുടെ സ്റ്റേജും നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ ഒഴിച്ചേരും. അതിന് പ്രസംഗം നടത്തരുത്. ചോദ്യം ചോദിച്ച് മൈക്ക് പോയിന്റിൽ ഏൽപ്പിക്കുക, നമ്മൾ മറുപടി പറയും. പിന്നെ നിങ്ങൾക്ക് സമയം തരുമ്പോൾ നിങ്ങൾ മൈക്ക് പോയിന്റിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പേര് മൻസൂർ, ഇവിടെ റോമപ്പാറ തന്നെ. എന്റെ ചോദ്യം, പ്രാർത്ഥന അള്ളാഹുവോട്. മൻസൂർ ഇടവണ്ണ പറയും, ആരാണ് നിങ്ങൾ, മുജാഹിദാണോ ജമാഅത്താണോ സുന്നിയാണോ, മുജാഹിദിൽ ഏതാണ് വിഭാഗം എന്ന് പറഞ്ഞ സൗകര്യം. മുജാഹിദ് ആദർശാണ് എന്റെ. അല്ല, മുജാഹിദിന്റെ ഏത് ഗ്രൂപ്പാ? ഗ്രൂപ്പും ഇല്ല. ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ലോക മുസ്ലിങ്ങൾ എല്ലാവർക്കും ഇല്ല ഉസ്താദ്, അല്ല, സൗകര്യത്തിന് ഒന്ന് സഹകരിച്ചിരണം സഹോദര. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന ഏത് ഗ്രൂപ്പായാലും, അതിന് ചേളാരി സമസ്തക്കും പറ്റും, മർക്കസ് സമസ്തക്കും പറ്റും, തബ്ലീഗുകാരനും പറ്റും, മുജാഹിദിനും പറ്റും, എല്ലാവർക്കും. ചോദ്യകർത്താവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റ്, നിങ്ങൾ മുജാഹിദാണെങ്കിൽ ഒരു ഗ്രൂപ്പിലും നിലവിലില്ലേ, അംഗീകരിക്കുന്നില്ലേ, അതൊന്ന് പറഞ്ഞെന്നാ സൗകര്യമായിരുന്നു. 10 മണി വരെ സമയമുള്ളൂ. ആ സമയം നിങ്ങൾ അത് അതുകൊണ്ടാ പറയണത്. നിങ്ങൾക്ക് ആ സൗകര്യത്തിന് വേണ്ടി പറയാണ്. എന്താ ഗ്രൂപ്പെന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര നാണക്കേട് നിങ്ങൾക്ക്? ഒരു നാണക്കേടും ഇല്ല. അപ്പൊ ഏത് ഗ്രൂപ്പാന്ന് പറ. എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പും ഇല്ല. അപ്പൊ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം ഒരു ഗ്രൂപ്പിനുമല്ല, ഇവിടെ ഇരിക്കുന്നവരും അതുപോലെ ഇത് വൈലക്സിലും സഹോദര മുജാഹിദിൽ നിലവിൽ പല ഗ്രൂപ്പുകളുണ്ടല്ലോ. ഈ ഗ്രൂപ്പുകളൊക്കെ ശ്രദ്ധിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലവിൽ പല ഗ്രൂപ്പുകളുമുണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ തെറ്റായത് കൊണ്ടാണോ നിങ്ങൾ ആ ഗ്രൂപ്പിലൊന്നും ഉൾപ്പെടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ആ ഗ്രൂപ്പുകളോടൊന്നും ആശയപരമായി യോജിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ സഹോദരൻ? അല്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സമസ്തയിലായിരുന്നു. എനിക്ക് അതായത് മുജാഹിദ് പിളറിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുജാഹിദിന്റെ ഔദ്യോഗിക ആരുമല്ല. എനിക്ക് എന്റെ സംശയം, സഹോദരന് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദിച്ചത്. സഹോദരൻ പറഞ്ഞു മുജാഹിദിന് ഒരു ഗ്രൂപ്പുമല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലവിൽ പല ഗ്രൂപ്പുകളുമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സഹോദരൻ മൻസൂർ എന്ന സഹോദരൻ
ഒരു ഗ്രൂപ്പിനോടും സഹകരിക്കാതെ ഒറ്റക്ക് നിലനിൽക്കുന്നത് നിലവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും ആശയപരമായ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടാണോ? ഞങ്ങൾക്ക് ഗ്രൂപ്പിന് പേരില്ല. അതായത് അത് ശരി, ഗ്രൂപ്പുണ്ട്, പേരില്ല, ഗ്രൂപ്പ് പേരുമില്ല. അതായത് അപ്പോ എന്റെ ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ല. 10 മണി വരെ ഇർഫാനി ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സംവാദ വ്യവസ്ഥക്ക് നടത്തിയിരുന്ന ആ ഗ്രൂപ്പാണ്. സംവാദ വ്യവസ്ഥക്ക് അവിടെ നിന്ന് ഒന്നും പറയാതെ ഈ നാട്ടുകാർ ആരെ അറിയിക്കാതെ പുറത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയ ആ ഒരു സംവാദം, അത് ഞങ്ങൾ നാട്ടുകാരെ ഇരുത്തിയ ആ ഗ്രൂപ്പിൽ പോരെ. ഇവിടെ കൺഫ്യൂഷൻ വെറുതെ ഉണ്ടാക്കുന്നത് എന്തിനാ? എടവണ്ണപ്പാറയിൽ ഒരു സംവാദ വ്യവസ്ഥ നടന്നു. മുജാഹിദ് പക്ഷവും അതുപോലെ തന്നെ സുന്നി പക്ഷവും. അപ്പോ സുന്നികളിൽ നിന്ന് 2 പ്രതിനിധികൾ വന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അത് ഇന്ന നാട്ടുകാരൻ വരണമെന്നും നിങ്ങൾ അവിടെ നിബന്ധന വെച്ചിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കരുത്. സൗഹൃദ ബുദ്ധിയാ. ഞങ്ങളിവിടെ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. നല്ല നിലക്കല്ലേ നിങ്ങളോട് പറയണത്. ഞങ്ങൾ നല്ല നിലക്ക് ഫ്രഷ് ആയിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ച സുഹൃത്ത് അനസ്, എടവണ്ണപ്പാരക്കാരൻ അനസ് അല്ലെ, അനസല്ല പറഞ്ഞ മൻസൂർ, സുഹൃത്ത് എടവണ്ണക്കാരൻ മൻസൂർ, മുജാഹിദുകാരനായ മൻസൂർ. മുജാഹിദിൽ ഒരു ഗ്രൂപ്പിലുമില്ല, സ്വന്തമായിട്ട് നിൽക്കണമെങ്കിൽ നിലവിലുള്ള ഗ്രൂപ്പുകളൊന്നും തെറ്റായത് കൊണ്ടാണോ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നത് ചോദിച്ചാൽ നല്ല നിലക്ക് മറുപടി നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി, നിങ്ങളോട് മറുപടിന്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നത്. പറഞ്ഞല്ലോ ഉസ്താദിനെ അറിയാലോ, ഈ സംവാദം സംഘടിപ്പിച്ചിനെ അറിയാനി ആ ഗ്രൂപ്പിലാണുള്ളത്. അതൊന്ന് ആളുകൾക്ക് തിരിയട്ടെ, ഒന്ന് പറയട്ടെ. നിങ്ങൾ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ നാണക്കേട്? ഏതോ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പൊ തിരിഞ്ഞു. ഏത് ഗ്രൂപ്പാണ് സംവാദ വ്യവസ്ഥ സംഘടിപ്പിച്ചതെന്ന് ഉസ്താദിന് അറിയാലോ. അത് ആളുകൾ കേൾക്കട്ടെ. നിങ്ങൾ മടിയൊന്നും വേണ്ടിട്ട ചോദ്യം എന്നിട്ട് ചോദിക്കാം. പേരില്ലാത്ത ഗ്രൂപ്പാ? എന്നായിക്കോട്ടെ. പേരില്ലാത്തൊരു ഗ്രൂപ്പ് മുജാഹിദാണ് ഉപർ ചോദിക്കണം. ചോദിച്ചോട്ടെ. മൻസൂർ ചോദിക്കുന്നു. അതാണ് ഗ്രൂപ്പ്. ചോദ്യം, പ്രാർത്ഥന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരാധന അള്ളാഹുവോട് മാത്രമെന്നാണ്. പ്രാർത്ഥന ആരാധനയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഏകദേശം 100-ലധികം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ എല്ലാം തന്നെ അല്ലാഹുമ്മ റബ്ബി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതിലൊന്നിനും തന്നെ ഹക്കോ ജാവോ ബർക്കത്തോ അംബിയാവോ ഔലിയാവോ ശുഹദാവോ സാലിഹ്യങ്ങളോ ഒന്നും കാണുന്നില്ല. അള്ളാഹുവിനോട് നേരിട്ടാണ് എല്ലാ പ്രാർത്ഥനയും കാണുന്നത്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ആദം നബി പ്രാർത്ഥിച്ച റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ തുടങ്ങിയിട്ടുള്ള ആ പ്രാർത്ഥനയും, അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനയും, ഇങ്ങനെ ഒരുപാട് അംബിയാ മുർസലീങ്ങൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥന, ഖുർആനിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിമിന് സുബഹിക്ക് ഉണർന്നത് മുതൽ രാത്രി അവൻ ഉറങ്ങുന്നത് വരെ ആയിരക്കണക്കിന് പ്രാർത്ഥന നബിതങ്ങൾ പല സന്ദർഭത്തിലും ഒരു മുസ്ലിം ഉപയോഗിക്കാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ ഒന്നിലും തന്നെ ഹക്കില്ല, ജാവില്ല, ബർക്കത്തില്ല, അംബിയ ഇല്ല, ഔലിയ ഇല്ല, ശുഹദാ ഇല്ല, അള്ളേ ഉള്ളൂ. ഈ രണ്ടും ഖുർആനിലും ഹദീസിലും സുന്നികൾക്കോ മുജാഹിദുകൾക്കോ ജമാഅത്തുകൾക്കോ ഇവിടുത്തെ ഒരു ഗ്രൂപ്പിനും തന്നെ തർക്കമില്ല. എന്റെ ചോദ്യം, ഈ പ്രാർത്ഥനയാണ്. എന്നാൽ നിങ്ങൾ പറയുന്നു പ്രാർത്ഥന 2 വിധമുണ്ട്. ഒന്ന് ആരാധനയുടെ വിഭാഗത്തിൽ വരുന്നതും 2 ആരാധനയിൽ പെടൂല. മഹാന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ആരാധനയിൽ പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ദീൻ പഠിപ്പിക്കാനാണ്. ആ റസൂൽ പഠിപ്പിച്ചതാണ് ദീൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ അല്ലെങ്കിൽ റസൂൽ സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ പ്രാർത്ഥന ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ചു തന്ന ഇതുപോലുള്ള ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരന്റെ സംശയം നമ്മളെല്ലാവരും കേട്ടല്ലോ. സംശയത്തിന്റെ ചുരുക്കം, പരിശുദ്ധ ഖുർആനിൽ 100ഓളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അല്ലാഹുമ്മ അതല്ലെങ്കിൽ റബ്ബി, റബ്ബന എന്നിങ്ങനെയാണ്. എന്നാൽ നമ്മൾ സുന്നികൾ മഹാന്മാരായ അമ്പിയാക്കന്മാരോടും ശുഹദാഇനോടും സാലിഹ്യങ്ങളോടും സഹായം തേടാറുണ്ട്. ഈ സഹായത്തേട്ടത്തെയാണ് സഹോദരൻ ചോദ്യം ചെയ്യുന്നത്. ഖുർആനിൽ 100ഓളം പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നും ഈ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടാകുന്നു എന്നുമാണല്ലോ സഹോദരന്റെ ചോദ്യത്തിന്റെ ചുരുക്കം. സഹോദരനോട് വളരെ സൗഹാർദ്ദത്തോടു കൂടി ചോദിക്കട്ടെ, പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിലെ മർമ്മം, സംശയത്തിലെ മർമ്മം.
പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് സഹോദരൻ ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് സഹോദരൻ ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥന നിങ്ങളെല്ലാവരും കേട്ടു, ഖുർആനിൽ 100ഓളം പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ്. നമ്മൾ സുന്നികൾ ചെയ്യുന്നത് പോലെ മഹാന്മാരെ സഹായത്തിന് വിളിക്കുന്ന ഒരു സമ്പ്രദായം അതിലൊന്നും തന്നെ ഇല്ല. സഹോദരനോട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് സഹോദരൻ ഉദ്ദേശിക്കുന്നത്? ആധികാരികമായി ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ആധികാരികമായ രേഖകളോടുകൂടി പ്രമാണങ്ങളെ കൊണ്ട് എന്താണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിക്കൊണ്ട് സഹോദരൻ വിശദീകരിക്കണം. സഹോദരൻ വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന അതായത് തേട്ടം, അള്ളാഹുവിനോടുള്ള തേട്ടം, ആ തേട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിനോടുള്ള തേട്ടം, ആ തേട്ടം സൃഷ്ടികളിലേക്ക് മഹാന്മാരിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. അത് സഹായത്തേട്ടമായിട്ടും നിങ്ങൾ മാറ്റുന്നു. ഇതിനെ രണ്ടാക്കി വിഭജിച്ചു. നിങ്ങൾ ഈ രണ്ടാക്കി വിഭജിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചു. സഹോദരനോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥന എന്ന ആ ബിന്ദുവിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നതിന്റെ താല്പര്യം എന്താണ്? പ്രാർത്ഥന എന്നാൽ തേട്ടം തേട്ടം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഭാഗ അർത്ഥമല്ല ഞാൻ ചോദിക്കുന്നത്. പ്രാർത്ഥന എന്ന ആ ബിന്ദുവിൽ ഒതുങ്ങിന്നുകൊണ്ടാണല്ലോ സഹോദരന്റെ സംശയം. പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥനയുടെ കൃത്യമായ അർത്ഥം എന്ത്? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ പ്രാർത്ഥന എന്നതിന് ഇസ്ലാമികമായി ഉദ്ദേശിക്കുന്ന അർത്ഥം ഇന്നതാകുന്നു എന്ന് പറയുക. പ്രാർത്ഥന എത്ര വിധം, അതാരോടൊക്കെ? ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. സഹോദരനോട് ആദ്യമായിക്കൊണ്ട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥന എന്ന ഈ വാക്കിനെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഒരു നിർവചനം, ഒരു അർത്ഥം പറയണം. ഉസ്താദേ, അതായത് നിങ്ങൾക്കും തിരിഞ്ഞു, ഇവിടെ കേൾക്കുന്നവർക്കും തിരിയുന്നുണ്ട്. അതല്ല നിങ്ങൾ ചോദിച്ചത്. അതല്ല, പഠിച്ച ഒരാളാണ്. നിങ്ങൾ എത്ര ക്ലാസ് മദ്രസ പഠിച്ചോ ഒന്നും ഇവിടുത്തെ വിഷയമല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രാർത്ഥനയായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചു, പ്രാർത്ഥന എന്നതുകൊണ്ട് എന്ത് വിവക്ഷിക്കുന്നു? പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മദ്രസയിൽ പോയോ ഇല്ലേ, സ്കൂളിൽ പോയോ ഇല്ല, അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയിരിക്കാം, ഒരുപക്ഷെ പോയിട്ടുണ്ടാവില്ല, അതൊന്നല്ല ഇവിടെ അറിയേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ടാണല്ലോ നിങ്ങളുടെ ചോദ്യമുണ്ടായത്. പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വക അർത്ഥം പറഞ്ഞാൽ പോരാ. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥന എന്നാൽ ഇന്നതാകുന്നു എന്ന് നിങ്ങൾ വിവക്ഷിക്കണം. നിങ്ങൾ അർത്ഥം പറയണം. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. ആ ഇബാദത്ത്, ആ ദുആ, അതിനെ നിങ്ങൾ ഇസ്തിയാസ എന്നോ മറ്റെന്ത് പേരിട്ട് കഴിഞ്ഞാലും അതിനെയാണ് ചോദിക്കുന്നത്. പിന്നെ എന്റെ ചോദ്യം ഉസ്താദിനും വ്യക്തമായിട്ട് സമയം കളയാതെ, ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മനസ്സിലാവട്ടെ, പറയാൻ എന്തിനാ മടിക്കുന്നത്? ചോദിച്ചോളേ. അദ്ദുആഉ ഹുവൽ ഇബാദ. സഹോദര, ദുആ എന്നതിനെ കുറിച്ചല്ല, നിങ്ങൾ പ്രാർത്ഥന എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രാർത്ഥന എന്നതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസ് നിങ്ങൾ വായിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ദുആനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, പ്രാർത്ഥനയെ കുറിച്ചല്ലേ പറഞ്ഞത്? ദുആ ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കാ. നിങ്ങളുടെ പാഠബുക്കിൽ തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞത് പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്നതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ തെളിയിക്കണം. ഉസ്താദ് അയ്മ സൈക്കിളെടുത്ത് കൂട്ടം തേട്ടം. ഓക്കെ, ഞാൻ മാറ്റി. തേട്ടം ശരി, അല്ല ഞാൻ മാറ്റി. ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തെ നിങ്ങൾ ഉന്നയിച്ച പ്രാർത്ഥന എന്ന വാക്ക് നിങ്ങളുടെ ആശയത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതാകുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പ്രാർത്ഥന എന്ന വാക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് മാറ്റി, അല്ലേ? അങ്ങനല്ലേ? നിങ്ങളുടെ മാറ്റി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, സൈക്കിളെടുത്ത് കൂടുന്ന കൂടും. സൈക്കിളെടുത്ത് ഞാൻ പറയട്ടെ, സൈക്കിളെടുത്ത് കൂടുന്ന സൈക്കിളെടുത്ത് കൂടും, കാറെടുത്ത് കൂടുന്ന കാറെടുത്ത് കൂടും. അതിന് ചൂടായിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥന എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചു, ഞാൻ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു ഞാൻ തിരിച്ചു ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു ആ വാക്ക് ഞാൻ മാറ്റിയെന്ന്. ആ വാക്ക് മാറ്റിയതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആശയത്തിന്, നിങ്ങളുടെ ആദർശത്തിന് പ്രാർത്ഥന എന്ന വാക്ക് പ്രതികൂലമായി ബാധിക്കും
എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ മാറ്റിയത്? അതല്ല പ്രാർത്ഥനയ്ക്ക് അർത്ഥം പറയാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ മാറ്റിയിട്ടുള്ളത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട്, അതായത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സൃഷ്ടിയിലേക്ക് ചോദിക്കുന്നത്, ഒരു സൃഷ്ടിയോട് പറയുന്നത്, അള്ളാഹു എനിക്ക് കുട്ടികളെ തരണേ എന്ന് അള്ളാഹുവിനോടാ പറയേണ്ടത്. ആ പറയേണ്ടത് വള്ളിന്റെ അടുത്തോ ദർഗയിലോ പോയിട്ട് പറയുന്നത്, അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അത് അള്ളാഹുവിലേക്കുള്ളതാണ്. അത് നിങ്ങൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കും തിരിയും, ഇവിടെ കേൾക്കുന്നവർക്കും തിരിയും, അവർക്ക് മനസ്സിലാൻ പറയൂ. ശരി, സഹോദരൻ പ്രാർത്ഥനയ്ക്ക് അർത്ഥം പറഞ്ഞു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്, അഥവാ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ, ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, ഏത് ആയത്തിലാണ് പ്രാർത്ഥനയുടെ അർത്ഥം അപ്രകാരമാകുന്നു എന്നുള്ളത്? ഏത് ഹദീസിലാണ് പ്രാർത്ഥനയുടെ അർത്ഥം അങ്ങനെയാകുന്നു എന്നുള്ളത്? ഏത് ഇജ്മാഇലാണ് പ്രാർത്ഥനയുടെ അർത്ഥം അങ്ങനെയാകുന്നു എന്നുള്ളത്? ഏത് ഖിയാസിലാണ് പ്രാർത്ഥനയുടെ താല്പര്യം അങ്ങനെയാകുന്നു എന്നുള്ളത്? പോകട്ടെ, ഏതെങ്കിലും ഒരു പ്രാമാണിക ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥന എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചോദ്യമാണ്, അതല്ലെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നൊരർത്ഥം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു വിശദീകരണം പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു, പ്രാർത്ഥനയ്ക്ക് അർത്ഥം പറയുമ്പോ നിങ്ങളുടെ വക അർത്ഥം പറഞ്ഞാൽ പോരാ, പ്രമാണം വേണം. ഒന്നുകിൽ ഖുർആൻ, അതല്ലെങ്കിൽ ഹദീസ്, അതല്ലെങ്കിൽ ഇജ്മാ, അതല്ലെങ്കിൽ ഖിയാസ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം ചോദ്യം എന്നാണല്ലോ നിങ്ങൾ അർത്ഥം പറഞ്ഞത്. ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് ഏത് ഖുർആനിൽ, ഏത് ആയത്തിൽ, ഏത് ഹദീസിൽ, ഏത് ഇജ്മായിൽ, ഏത് ഖിയാസിൽ? ഹലോ, നമ്മൾ തന്നെ നിങ്ങളടുത്ത് പ്രതീക്ഷിച്ചതും നിങ്ങൾ ഉത്തരം പറയില്ല. ഇവിടെ ഉള്ളവർക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കും എന്റെ ചോദ്യം ഖുർആനിലുള്ള പ്രാർത്ഥനയും ഹദീസിൽ വന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം. മൻസൂർ, പ്രിയപ്പെട്ട സുഹൃത്ത് മൻസൂർ, ശ്രദ്ധിക്കണോ? നിങ്ങളെ ചോദ്യയുടെ മർമ്മത്തിൽ കൊള്ളാൻ പോവാണ്. എന്താ ഉത്തരം എന്ന് ജനങ്ങൾക്കൊക്കെ തിരിയണം. ഇവിടെ എല്ലാവർക്കും തിരിഞ്ഞു എന്ന് പറഞ്ഞു. മൻസൂർ ശ്രദ്ധിക്കണം. മൻസൂർ പോകാൻ പാടില്ല, അവിടെ നിൽക്കണം. അവിടെ ഇക്ക ബൈക്കിന്റെ പോയിന്റിലേക്ക് പോകാനായിട്ടില്ല. നിങ്ങൾ തീർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, മൻസൂർ മൈക്കിന്റെ മുമ്പിലേക്ക് വരണം. ആരും ഇടപെടരുത്, ജനങ്ങൾ അവിടെ ഇരിക്കുക. മൻസൂർ മൈക്കിന്റെ മുമ്പിലേക്ക് വരണം. മൻസൂർ അങ്ങനെ പോകരുത്. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ചോദ്യത്തിന് വന്നല്ലേ, മൈക്കിന്റെ മുമ്പിലേക്ക് വരി. ഇരുന്ന കസാലം ഇരിക്കണത്. ഇനി പറയട്ടെ, മൻസൂർ ഇപ്പം പറഞ്ഞില്ല ആൾക്കാർക്കെല്ലാം തിരിഞ്ഞു. അന്ന് ആൾക്കാർക്ക് എന്താ തിരിഞ്ഞ്? ആൾക്കാർ പറയട്ടെ, ഇടപെടണ്ട. ആൾക്കാർക്കൊക്കെ തിരിയേണ്ടെന്ന് പറഞ്ഞില്ല. എന്താ ആൾക്കാർക്ക് തിരിഞ്ഞേ? എന്താ ഇതിന്റെ ചോദ്യം? ഇവിടെ വളരെ സത്യച്ച് മനസ്സിലാക്കണം. മൻസൂർ ചോദിച്ചെന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താൻ ഖുർആനിലെ ഏതെങ്കിലും പ്രാർത്ഥനകളിൽ പഠിപ്പിക്കുന്നുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് അവർ ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾക്ക് മൈക്ക് തരുന്നുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങളോട് ആദ്യം തന്നെ ചോദിച്ചത് അതാ, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിയും. നിങ്ങൾ പ്രാർത്ഥനന്റെ അർത്ഥം എന്താ? ഞങ്ങൾ എല്ലാ ഗ്രൂപ്പിന്റെ നിർവചനം ഞങ്ങളുടെ കയ്യിലുണ്ട്. മൂപ്പർക്ക് ഗ്രൂപ്പ് പറയാൻ വിഷമം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഏത് ഗ്രൂപ്പും ഇല്ലാത്ത ഒരു ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ് മുജാഹിദാണല്ലോ, നിങ്ങളുടെ അടുക്കൽ പ്രാർത്ഥന എന്താണ്? അപ്പൊ മൂപ്പർ ഒരു നിർവചനം പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായുള്ള തേട്ടമെന്ന്. അത് എവിടെയുണ്ട്? ചതുർപ്രമാണങ്ങൾ കൊണ്ടോ അതിന്റെ വിശദീകരണങ്ങൾ കൊണ്ടോ തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഇതിന് മൻസൂർ മറുപടി പറയണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ ചോദ്യത്തിന് കൃത്യമായി ഇവിടെ ചുരുളയിക്കപ്പെടും. മൻസൂർ എന്ന സുഹൃത്ത് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. മൻസൂർ, നിങ്ങൾ എന്തൊരു കഥയായി? നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്നല്ലേ? മൻസൂർ ചോദ്യം ചോദിക്കാൻ വന്നല്ലേ? മൻസൂർ, നിങ്ങൾ ഏത് പ്രമാണത്തിൽ നിന്നാണ് പറഞ്ഞതെന്ന് പറയണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണോ പറയും. നിങ്ങളൊരു നിർവചനം പറഞ്ഞല്ലോ, അത് എവിടെയുള്ളത് ഒന്ന് പറയും. എനിക്കൊന്നും അറിയില്ല ഉസ്താദേ. എന്റെ ചോദ്യങ്ങൾക്ക് അപ്പൊ മൻസൂറിന് മനസ്സിലായിട്ടുണ്ട്. ആളുകൾക്ക് എന്താ തിരിഞ്ഞത് മൻസൂറിന് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? മൻസൂർ, ജനങ്ങൾക്കൊക്കെ തിരിയേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ പറഞ്ഞ കേട്ടോളൂ. എന്താണ് ദുആ? ദുആ എന്ന് പറയുന്ന പ്രാർത്ഥന എന്താണ്? മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. അദ്ദുആഉ ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. അടിമ അല്ലാഹുവിനോട്, റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഉദൂനി അസ്തജിബ് ലക്കും എന്ന ആയത്തിൽ പറഞ്ഞതാ, ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതാ. അപ്പൊ മനസ്സിലായി, അടിമ ഉടമനോട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതാ ഞാൻ ഈ ഉദ്ധരിക്കുന്നത് അൽമനാറ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആളുകൾക്കൊക്കെ കാര്യം തിരിയട്ടെ.
ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ചുരുളഴിയട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രൂപ്പും വിസവും ഏതാണ് ചോദിക്കുക ഒറ്റ ഗ്രന്ഥസഹിത മറുപടി പറയാൻ വേണ്ടിയാ. ഇത് അൽമനാർ സമസ്തന്റെ ബുക്കല്ലല്ലോ, ഇത് മുജാഹിദിന്റെ ബുക്കാ. ഇത് പഴയ അൽമനാറാണ്. ഈ അൽമനാറിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പാഠം, ഒരു ലേഖനം മുജാഹിദിന്റെ 3ാം ക്ലാസ്സിലെ മദ്രസന്റെ പുസ്തകത്തിലേക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പാടുണ്ട്. ഞങ്ങളുടെ മംഗലാപുരത്ത് ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയ മുജാഹിദുകളോട് 4 മണിക്കൂർ ചോദിച്ച ചോദ്യം ഇത്. പ്രാർത്ഥന എന്താണ്? എന്നാൽ ഇതിൽ പറയുന്ന പ്രാർത്ഥന എന്താ? പ്രാർത്ഥന അറബി ഭാഷയിൽ പ്രാർത്ഥനക്ക് ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി എന്ന് പറഞ്ഞ മൻസൂറേ എന്ന് ഞാൻ വിളിച്ചല്ലോ. മൻസൂർ എന്നെ ചോദ്യം കേൾക്കും, ഉത്തരം കേൾക്കും മൻസൂറേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആർന്ന് വർത്താനം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എത്ര കേൾക്കുന്നുണ്ട്, എത്ര മാന്യതയോടെ കേൾക്കുന്നുണ്ട്. ആ മാന്യത നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കണോ? നിങ്ങൾക്ക് തന്ന മൈക്ക് പോയിന്റിലേക്ക് കസാലയിലേക്ക് വന്നിരുന്ന് അവിടെ ഇരുന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ് തീരുന്നവരെ നിങ്ങൾ അവിടെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടവും വികാരപരിതായിട്ടൊന്നും പെരുമാറരുത്. ഇത് നമ്മളെ ആരെയും താൽക്കാലിക ലാഭത്തിന്റെ കാര്യമല്ലോ, ഇത് പരിശുദ്ധ ദീനിന്റെ കാര്യമാണ്. അതുകൊണ്ട് സത്യമാണെങ്കിൽ മൻസൂറിന് തിരിയട്ടെ, നിങ്ങൾ പറയുന്ന സത്യങ്ങൾ ഞങ്ങൾക്ക് തിരിയട്ടെ. കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. പ്രാർത്ഥനന്റെ അർത്ഥം അൽമനാറിൽ കൊടുത്തതാ, അപേക്ഷ, വിളി എന്നൊക്കെ പ്രാർത്ഥനക്ക് അർത്ഥമുണ്ട്. മൻസൂറിനെ ഞാൻ മൻസൂറേ എന്ന് വിളിച്ചാൽ ആ വിളിക്കും പ്രാർത്ഥന എന്ന് പറയാമെന്ന് അൽമനാറിൽ എഴുതിയതാ, ഞങ്ങൾ എഴുതിയതല്ല. എന്നാൽ തൊട്ടടുത്ത് പറയുന്നറിയാം, അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത്. അടിമയായ മനുഷ്യൻ അള്ളാഹു ആകുന്ന ഉടമയോട് ചോദിക്കുന്ന പ്രാർത്ഥന, ഇതിനാണ് സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറഞ്ഞത് ഉദൂനി അസ്തജിബ് ലക്കും എന്ന ആയത്തിന്റെ തഫ്സീറിൽ തലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു എന്ന വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ ശൈഖിനെ ഒരാൾ വിളിച്ചു, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ഒരാൾ വിളിച്ചു. ഞാനിപ്പോ ശറഹ് മുസ്ലിമിൽ നിന്ന് ഇമാം നവവി എഴുതിയത് വായിച്ചു. എന്താ വായിച്ചത്? പ്രമാണങ്ങളിൽ മുസ്തഫീലാണ്, ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ട്. എന്ത്? സുആലു സലഫി സാലിഹി വൽ ഖലഫി, സലഫും ഖലഫും ചോദിച്ചത് ശഫാഅത്തുൻ നബി, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് ചോദിച്ചത് നബിതങ്ങൾ വഫാത്തായതിനു ശേഷവും താബീങ്ങളും തബഉ താബീങ്ങളൊക്കെ നബിയോട് ശഫാഅത്തിന് ചോദിച്ചത്. ഇത് ചോദ്യമല്ലേ? ഇത് വിളിയല്ലേ? ഇത് തേട്ടമല്ലേ? ഇത് വ്യാപകമാണ്, മുസ്ലിം ലോകം പെരുമാറിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ ശറഹ് മുസ്ലിം, ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഇമാം നവവിയുടെ ശറഹ് മുസ്ലിം ഞാൻ ഇവിടെ വായിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സഹായ തേട്ടം ജായിദാണ്, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാർത്ഥന, അതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? ഒരു മുസ്ലിമായ മനുഷ്യനും റസൂലുള്ളാഹിനെ പറ്റി ഉടമയാണെന്ന് വിശ്വസിക്കുന്നില്ല. അടിമ ഉടമനോട് തേടുമ്പോഴാണ് അതിന്റെ പേര് പ്രാർത്ഥന എന്നാകുന്നത്. അടിമ ഉടമനോട് തേടുമ്പോൾ അൽമനാറ്, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ ഒക്കെ പറയും അടിമ ഉടമയോട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ സഹോദരൻ, ഒരു സത്യവിശ്വാസിയായ സഹോദരൻ, യാ റസൂലല്ലാഹ് അർജു ശഫാഅതക, യാ റസൂലല്ലാഹ് ശഫീനി ഫിയാ, നബിയെ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ, അവിടുത്തെ ശഫാഅത്ത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി മൻസൂറേ, എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഇതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറയരുത്. അതാണ് ഞങ്ങൾ അൻവരി ഉസ്താദ് നിങ്ങളെ കുടുക്കിയിട്ടുകൊണ്ട് 2-3 തവണ നിങ്ങളോട് ചോദിച്ചത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച പ്രാർത്ഥനയെന്ന്, എന്താ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പറഞ്ഞ നിർവചനമെന്ന്. നിങ്ങളിപ്പം പറഞ്ഞല്ലോ അദൃശ്യ മാർഗത്തിലൂടെ ചോദിക്കാമെന്ന്. അതാണ് ഞങ്ങൾ ചോദിച്ചത് റസൂലുള്ളാഹിനോട്. അഭൗതിക മാർഗത്തിലൂടെയാ ഞങ്ങൾ ചോദിച്ചത്, അദൃശ്യ മാർഗത്തിലൂടെയാ ചോദിച്ചത്. പക്ഷേ ഇതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ. ഇത് സഹായതേട്ടമാണ്. ആരാ പറഞ്ഞത്? നിങ്ങൾ അൽമനാറ്. പിന്നെ ആരാ പറഞ്ഞത്? ഇമാം നവവി. പിന്നെ ആരാ പറഞ്ഞത്? ഇമാം റാസി. അതുകൊണ്ട് കൃത്യമാണ് ചോദ്യം, മറുപടി വളരെ കൃത്യമാണ്. പ്രാർത്ഥന എന്നല്ല അതിന് പറയാ, സഹായതേട്ടം എന്നാ പറയാ. വളരെ കൃത്യമാണ്. ഇത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ്, എന്നൊന്നും ചെയ്യേണ്ടത് വളരെ നല്ല കാര്യമാണെന്ന് മൻസൂർ നല്ല ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഉസ്താദെ, ഞാൻ ചോദിച്ചത് എന്താ? അള്ളാന്റെ റസൂൽ ഖുർആനിൽ വന്ന പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനോട്. റസൂല് ഒരു മുസ്ലിം സുബൈക്ക് എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ആയിരക്കണക്കിന് പ്രാർത്ഥന പഠിപ്പിച്ചു, അതും മുഴുവൻ അള്ളാഹുവിനോട്. റസൂല് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം പറയാനാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ നാവ് കൊണ്ട് പഠിപ്പിച്ചു തന്നത് ഇതാ, ഇങ്ങനെ നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് ഒരു ദുആ ആണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം പറയും. എന്താ ഈ സഹോദരൻ ഇതുവരെ ഉള്ള വിശദീകരണങ്ങളൊന്നും ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു,
ഒരു അടിമ തന്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം, ഇതാണ് പ്രാർത്ഥന. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു മാത്രമല്ല, മുജാഹിദുകളുടെ ഔദ്യോഗിക പത്രമാകുന്ന അൽമനാറും എഴുതി. അൽമനാറിന്റെ വാക്ക് ഞാൻ വായിക്കാം. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. എത്ര വ്യക്തമാണിത്? അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. പ്രാർത്ഥന എന്നെപ്പോ പറയും? അടിമ ഉടമയായ അള്ളാഹുവോട് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുക. ഇനി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന്റെ ഉദാഹരണം അതെങ്ങനെ ഉണ്ടാകും? കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ തലബുൽ അബ്ദി മിൻ റബ്ബിഹി ഹവായിജഹു, ഒരു അടിമ തന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ. ഇമാം റാസി റളിയല്ലാഹു അൻഹു മാത്രമല്ല, മുജാഹിദുകളുടെ അൽമനാറും പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ഏതാണെങ്കിലും അതൊക്കെ അള്ളാഹുവിനോട് തന്നെയായിരിക്കും. അള്ളാഹുവിനോട് നടത്തുമ്പോഴേ അത് പ്രാർത്ഥനയാകൂ. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന്റെ ഉദാഹരണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന്റെ ഉദാഹരണം എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതെങ്ങനെ ഉണ്ടാകും? അതെങ്ങനെ സംഭവിക്കും? കാരണം പ്രാർത്ഥന എന്ന പേര് തന്നെ പറയുന്നത്, അൽമനാറാണ് ഞാൻ വായിച്ചത്, അടിമയായ മനുഷ്യൻ ഉടമയായ റബ്ബിനോട് ചോദിക്കുമ്പോൾ ആ അർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഉണ്ടാവൂല. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഉണ്ടാവൂല. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നതും നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയല്ല, സഹായത്തേട്ടമാണത്, സഹായം തേടലാണ്. അത് പറ്റും, അനുവദനീയമാകുന്നു എന്നതിന് ധാരാളം ഉദാഹരണങ്ങളും തെളിവുകളുമുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താൻ പഠിപ്പിച്ച ഒരു ആയത്ത് ഹദീസ് ഓതുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താൻ പറയൂല. കാരണം പ്രാർത്ഥനന്റെ സാങ്കേതിക ഭാഷ അടിമ ഉടമയോട് ചോദിക്കലാണ്. ഉടമ അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയൂല. നേരെ മറിച്ച് മഹാന്മാരോട് നടത്താൻ പറയുന്ന ആ തേട്ടം, അതിന് സഹായ തേട്ടം എന്നാ പറയാ. അതിനൊരുപാട് തെളിവുണ്ട്. അതിനൊരു തെളിവ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബിയുടെ ശറഹ് മുസ്ലിമിൽ നിന്നൊരു തെളിവ് ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇനി ചോദ്യകർത്താവ് ഇനി മൈക്ക് പോയിന്റിലേക്ക് വരണം. മൈക്കോട്ട്. ഞങ്ങൾ പഠിപ്പിച്ചതാ ചോദിച്ചത്. നബിതങ്ങൾ പഠിപ്പിച്ച ഈ നബിന്റെ സഹാബത്തിന് നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന ഏത് സഹായത്തേട്ടം എന്ന് നിങ്ങൾ പറയുന്നത്? ഖുർആനിൽ തെളിവില്ല, സമ്മതിച്ചു. നമ്പർ 1. നമ്പർ 2, അല്ലല്ല, ആരാ സമ്മതിച്ചേ? സമ്മതിച്ച? ഞാൻ സമ്മതിച്ചോ? ഖുർആനിൽ തെളിവില്ല ഞാൻ സമ്മതിച്ച? അല്ലല്ല, മൻസൂറെ ഒരു മാന്യത കാണിക്കും. മൻസൂറെ, നിങ്ങൾ പറയുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തറിയാം? ഇത് ഞങ്ങളെ സദസ്സും ഗ്രൗണ്ടുവാ. നിങ്ങൾ ആ ഒരു മാന്യത നിങ്ങളെ പുലർത്തണം. ഞങ്ങൾ അങ്ങേറ്റം താണുതരാണ് നിങ്ങൾക്ക്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയണത്, നിങ്ങൾ മാന്യത പുലർത്തണം. നിങ്ങൾ മാന്യത പുലർത്തണം. ഞാൻ ഖുർആനിൽ തെളിവില്ല സമ്മതിച്ചു, ഹദീസ് തെളിവില്ല സമ്മതിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? നമ്മൾ തമ്മിൽ ഇപ്പം തന്നെ ഇങ്ങനെ വേണോ? വാദപ്രതിവാദമൊന്നുമല്ലല്ലോ. എവിടെയാ സമ്മതിച്ചേ? സമ്മതിച്ചോ? ഞാനങ്ങനെ എവിടെയെങ്കിലും സമ്മതിക്കാൻ കഴിയോ? ബഹുമാനപ്പെട്ട സഹോദരൻ, ആ ജാതി ശൈലിയൊന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഖുർആനെന്ന് വേണോ, ഹദീസെന്ന് വേണോ, എവിടെ നിന്ന് വേണം? അവിടെ ചോദ്യകർത്താവ് എവിടെ? അല്ല, തീരട്ടെ. പിന്നെ നിങ്ങൾക്ക് തിരക്ക്, അയാളെ കഴിയട്ടെ, ഒരു റൗണ്ട് കഴിയട്ടെ. അല്ലല്ല, ഇങ്ങോട്ട് ഇരിക്കും. മൻസൂർ, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാത്തത്? മൻസൂർ മൈക്ക് പോയിന്റിലേക്ക് വരി. മൻസൂറാണ് ചോദിക്കുന്നത്. മൻസൂറിനാ മറുപടി നിർത്താനാ. മൻസൂർ ചോദ്യം നിർത്തിയത്ര. എന്നാ പിന്നെ മൻസൂറിന്റെ ചോദ്യത്തിൽ നിങ്ങൾ കേട്ടോളൂ. മൻസൂർ ഇപ്പൊ അവസാനം പറഞ്ഞെന്നോ അറിയോ? ഖുർആനിലില്ല നിങ്ങൾ സമ്മതിച്ചു, ഹദീസിലില്ല എന്ന് സമ്മതിച്ചു, നബിമാൻ പറഞ്ഞല്ലേ ഉള്ളൂ അല്ലേ? എന്നാ കേട്ടോളൂ. ഖുർആനിലില്ല എന്ന് ഞാൻ സമ്മതിച്ച ഒരൊറ്റ വാക്ക് ഈ ഓഡിയോ റെക്കോർഡും വീഡിയോ റെക്കോർഡും ഉണ്ട്. നിങ്ങൾ തെളിയിച്ചെന്നാൽ ഞാൻ ഇന്ന് സമസ്ത വിടും. ഞങ്ങൾ നിങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കാണിക്കാൻ കഴിയും. പടവ് പറയരുത്, മുമ്പിൽ നിന്ന് പറയരുത്, ഈ പുരുഷാർത്ഥ സാക്ഷി നിർത്തി പറയരുത്. ഹദീസിലില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു തെളിവ് പറഞ്ഞു. നബി ഇമാമിന്റെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു തെളിവ് ഞാൻ പറഞ്ഞു. അതിനർത്ഥം മറ്റേതൊന്നും ഇല്ലെന്നാ? കൊട്ടക്കണക്കിന് ലോറി കയറ്റാൻ മാത്രം തെളിവുണ്ട്. ഞാൻ നബി ഇമാമിന്റെ ശറഹ് മുസ്ലിം എന്ന് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളെ ചോദ്യത്തിൽ ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് മറുപടിയുണ്ട്.
നബി ഇമാം പറഞ്ഞതാ ഞാൻ ഹദീസ് ഓതാൻ പോവുകയാണ്, ഞാൻ ഖുർആൻ ഓതാൻ പോവുകയാണ്, ഞാൻ കൊട്ടക്കണക്കിന് പ്രമാണങ്ങൾ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും നബിനോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഞാൻ ഓതാൻ പോവുകയാണ്. അതിനു മുമ്പ് സഹോദരൻ മനസ്സിലാക്കണം, എന്താണ് ഇമാം നബി പറഞ്ഞത്? ഞാൻ പറയുന്നു എന്നല്ല ഇമാം നബി പറയണത്. നഖ്ലി എന്നത് പ്രമാണമാണ്. എന്താണ് പ്രമാണം? ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. ആ നഖ്ലിൽ, ആ ഖുർആനും സുന്നത്തിലും മുസ്തഫീലാണ്. എന്താ മുസ്തഫീൽ എന്ന് പറഞ്ഞാൽ? പരന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ത്? സുആലു സലഫി വൽ ഖലഫി, മുൻഗാമികൾ മുഴുവനും ചോദിച്ചത്, സലഫ് ഖലഫ് സഹാബത്തടക്കം ചോദിച്ചത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പരിശുദ്ധരായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ കഴിയോ? ഖുർആനിലും ഹദീസിലും ഇല്ലാതെ സമ്മതിച്ച് അതുകൊണ്ട് നബി ഇമാം പറഞ്ഞ ഞങ്ങൾ സ്വീകരിക്കൂലെന്നാ? നബി ഇമാം പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാൻ കഴിയോ? ഇനി ഇതാ കേട്ടോളൂ, ഞാനിവിടെ എന്റെ പ്രഭാഷണത്തിൽ ആയത്തോതിയിട്ടുണ്ട്. മുജാഹിദുകളെ, നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ മാന്യത പുലർത്തണം. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരാ കേൾക്കുന്നത്. ഞങ്ങളുടെ വേദിയിലെ പ്രഭാഷകരായ നിങ്ങൾ സാധാരണക്കാരനാണ്, 5ാം ക്ലാസ് മദ്രസ പഠിച്ചു എന്ന് നിങ്ങൾ തന്നെ യോഗ്യത പറഞ്ഞല്ലോ. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ മുഴുവനും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരം നിങ്ങൾ ശരിക്കും കേൾക്കാനും അവസാനം വരെ ഉറപ്പിക്കാനും നിങ്ങൾ തയ്യാറാകണം. അവിടുന്ന് ഇവിടുന്ന് കുശൂശൊക്കെ ഒഴിവാക്കണം. ഞാൻ ഇവിടുന്ന് ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്, സൂറത്തുൻ നിസായിലെ ഒരായത്ത്. ആ ആയത്തിൽ പറയുന്നത് നബിനോട് തേടണമെന്നാ. ആ ആയത്തിൽ പറയുന്നത് നബിനോട് തേടണമെന്നാ. ഞാനല്ല പറയുന്നത്. ആ ആയത്തിന്റെ വ്യാഖ്യാനം, ഒരായത്തിന്റെ വായന എന്താന്ന് ഞാനും നിങ്ങളും അല്ലല്ലോ പറയേണ്ടത്. ആ ആയത്തിന്റെ മുറാദ് എന്താണ്, ആ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇമാമിങ്ങളല്ലേ പറയേണ്ടത്. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത്, വലോ അന്നഹും ഇല്ലലമോ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് എന്താ പഠിപ്പിക്കുന്നത്? നാഴികക്ക് 400 വട്ടം ഇബ്നു കസീറിനെ ഉദ്ധരിക്കുന്നവരല്ലേ മുജാഹിദുകൾ? ആ ഇബ്നു കസീർ പറയുകയാണ്. എന്താ ഇബ്നു കസീർ പറഞ്ഞത്? ഇബ്നു തീമിയന്റെ ശിഷ്യൻ ഇബ്നു കസീർ പറയുന്നു. ഇബ്നു കസീർ മാത്രമല്ല, ദുറുൽ മൻസൂറിലുണ്ട് ഈ തഫ്സീർ, അബൂ ഹയ്യാന്റെ അൽ ബഹറുൽ മുഹീത്തിലുണ്ട് ഈ തഫ്സീർ. ദശക്കണക്കിന് തഫ്സീർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേണ്ടി വന്നാൽ മുഴുവനും ഇവിടെ വായിക്കാനും ഉദ്ധരിക്കാനും തയ്യാറാണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? യുർസിദു തആല അൽ ഉസാത വൽ മുദ്നിബീന, തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ച ആളുകളോട് അല്ല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുകയും റസൂലുള്ളാഹിനോട് ശഫായത്ത് പറയണമെന്നുമാണ്. റസൂലുള്ളാഹിനോട് ശഫായത്ത് പറയണമെന്നുമാണ്. അങ്ങനെ ഫൈദല്ലമ്മ ഇലൈഹാ ഇസ്തിഗ്ഫാറുർ റസൂലി ഇല ഇസ്തിഗ്ഫാരിഹി, അവർ പൊറുക്കലിനെ തേടുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊറുക്കലിനെ തേടലും കൂടി അതിൽ തേടുമ്പോൾ സാറത്ത് മുസ്തഹിഖത്തൽ ലിൽ ഖബൂൽ, അത് സ്വീകാര്യതയ്ക്ക് യോജിച്ചതാണ്, അത് വേഗം സ്വീകരിക്കാൻ അവകാശപ്പെട്ടതാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഈ ആയത്ത് കേട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ 3ാമത്തെ ദിവസം ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക ഖുൽത ഫസമീന, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടല്ലോ. എന്താ നിങ്ങൾ പറഞ്ഞത്? വകാന ഫീമാ ഉൻസില ഇലൈക, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിലുണ്ടല്ലോ. എന്താ ഖുർആനിലുള്ളത്? വലോ അന്നഹും ഇല്ലലമോ എന്ന ആയത്തുണ്ടല്ലോ. അതുകൊണ്ട് വഖദ് ജീതു ഇലൈക, ഞാനിതാ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ ബിക ഇലാ റബ്ബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, നിങ്ങളെ സഫായത്ത് തേടിയിട്ടാ, നിങ്ങളെ സഫായത്ത് തേടിയിട്ട്. അതുകൊണ്ട് യാ ഖൈറമൻ, ഓ നബിയേ, യാ ഖൈറമൻ ദുഫിനത് ബിൽ ഖായി, ഓ നബിയേ, ഈ ആയത്തിൽ പറഞ്ഞതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നബിയേ എന്ന്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സംഭവിച്ച സംഭവം ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചത് ശിർക്കാണോ? ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചത് ശിർക്കാണോ? ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ അൽ ബഹറുൽ മുഹീത്തിൽ ഉദ്ധരിച്ചത് ശിർക്കാണോ? ഇമാം നബി പറഞ്ഞത് ശിർക്കാണോ? 10ൽ പരം മുഫസ്സിറുകൾ, ബഹുമാനപ്പെട്ട ഇമാമുകൾ ഉദ്ധരിച്ചത് ഇതാ നിങ്ങളുടെ നേതാവ് ഇബ്നു തീമിയയും ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. ഇഖ്തിലാഉ സിറാത്ത് എന്ന ഗ്രന്ഥം ഞാൻ ഇതാ ഉദ്ധരിക്കുകയാണ്. എടവണ്ണപ്പാറയിലല്ല, എടവണ്ണയിലല്ല, നിങ്ങളുടെ ജാമിഅ നദിയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വന്നാലും ഞങ്ങൾ ഇതാ തയ്യാറാണ് സഹോദരാ. ഈ ആയത്തിൽ പറയുന്നത് നബിനോട് ചോദിക്കണമെന്നാണ്. ആ ചോദിച്ചത് തെറ്റൊന്നും ശിർക്കുമൊന്നുമല്ല. മുസ്തഹ്സിനീന ലഹു, ആ പറഞ്ഞത് നല്ലതാണ്, ആ പറഞ്ഞത് ഹസനാണ്. അതുകൊണ്ട് ഖുർആനായത്തൊന്ന്, അതിന് തഫ്സീറുകൾ ഒരു 10 വേണം തൽക്കാലം. വേണ്ടി വന്ന ഇൻഷാ അല്ലാഹ് 100 ആക്കാം. ഇനി ചോദിച്ചോളി. ഈ ചോദ്യകർത്താവിന് ചോദിക്കാം, അടുത്ത ചോദ്യകർത്താവിന് ചോദിക്കാം, എത്രയും ചോദിക്കാം. ഈ
ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥ ഉദ്ധരിച്ചത് ഫോട്ടോസ്റ്റാറ്റ് ഒന്നുമല്ല, ഒറിജിനലാ. നെറ്റിന്ന് വേണമെങ്കിൽ അതും കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുസ്തഫ, ഊർക്കടവ്. നേരത്തെ മൻസൂർ പറഞ്ഞ പോലെ അല്ല, ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞു, ഒരു സൗകര്യത്തിനാ സൗകര്യം. മുജാഹിദാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിലാണ്. മുജാഹിദിൽ ഏത് ഗ്രൂപ്പാ? മുജാഹിദ് ആശയമാണ്. അത് എത്ര നാണക്കടന്ന് ഞങ്ങൾ ഈക്കക്കാരാ. ഗ്രൂപ്പിലൊരു താല്പര്യമില്ല. അപ്പൊ ഏത് അടിസ്ഥാനപരമായിട്ട് ഏത് ഗ്രൂപ്പിന്റെ ആശയമാണ് നിങ്ങൾ നിലകൊള്ളുന്നത്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഗ്രൂപ്പ് തന്നെ മൂന്നാല് ഗ്രൂപ്പ് തന്നെ മൂന്നാല് തരത്തിലാണ് ആദർശങ്ങൾ ഖുർആന്റെ വ്യാഖ്യാനം നടത്തുന്നത്, ഹദീസിന്റെ വ്യാഖ്യാനം നടത്തുന്നത്. യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ ശിർക്കാനെന്നൊരു ആദർശം, ശിർക്കല്ലാന്നൊരു ആദർശം, തൗഹീദാണെന്നൊരു ആദർശം. അതിന്റെ ഏത് ആദർശ സ്വീകരിക്കുന്നതാണ് ചോദിക്കണത്. എന്റെ ചോദ്യം ചോദിക്കുമ്പോ അറിയാം ഞാൻ ഏത് ആശയം എന്നുള്ളത്. അങ്ങനെ തിരിയുള്ളൂ, വ്യക്തമായി പറയൂല, വ്യംഗ്യമായി മനസ്സിലായിക്കൂടെ? ആയിക്കോട്ടെ, ചോദിച്ചോളി. നേരത്തെ നിങ്ങൾ പറഞ്ഞു അടിമ ഉടമയോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന്. അങ്ങനെയെങ്കിൽ മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർ ഉടമയാണ് എന്ന അർത്ഥത്തിലാണോ പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ്. തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാരോട് അവർ ഉടമയാണ് എന്ന അർത്ഥത്തിലാണോ അവരോട് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന എന്നാൽ അടിമ ഉടമയോട് ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് മുമ്പ് ഇവിടെ വിശദീകരിച്ചു. അപ്പൊ സഹോദരന്റെ സംശയം, എങ്കിൽ മക്ക മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത്, അവരുടെ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചത് അവർ ഉടമകളാണ് എന്ന വിശ്വാസത്തോടുകൂടെയായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരനോട് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്കിവിടെ ഉണർത്താനുള്ളത്. ഒന്ന്, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്നാൽ അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന എന്ന് അൽമനാറിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണല്ലോ. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. ഈ വിശദീകരണത്തിനെ തുടർന്നുകൊണ്ടാണ് സഹോദരന്റെ സംശയമുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥന എന്നതിന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അൽമനാർ വിശദീകരിച്ചതിനോട് സഹോദരന്റെ പ്രതികരണം എന്താണ്? അൽമനാറിന്റെ ഈ വിശദീകരണം ശരിയാണോ അല്ല തെറ്റാണോ? അൽമനാർ ഒരു പ്രമാണമല്ല, പ്രമാണമായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല. ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. ശരി, അൽമനാർ പ്രമാണമല്ല. ഞാൻ അൽമനാർ പ്രമാണാണോ അല്ലേ എന്നല്ല ചോദിച്ചത്. അൽമനാറിൽ പ്രാർത്ഥനയുടെ വിശദീകരണം ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്നാൽ എന്താകുന്നു എന്ന് പറഞ്ഞു. അൽമനാർ പ്രമാണമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അൽമനാർ വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചു. ഈ വിശദീകരണം തെറ്റാണോ ശരിയാണോ? ഇതാണ് എന്റെ ചോദ്യം. തെറ്റാണെങ്കിൽ തെറ്റാകുന്നു, അല്ല ശരിയാണെങ്കിൽ ശരിയാകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ ഗ്രൂപ്പ് വ്യക്തമാക്കാൻ പ്രയാസമുണ്ടായതുപോലെ ഇതിലും ഒരു പ്രയാസം നേരിടുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്നും പറയാം. അൽമനാറിൽ പറഞ്ഞ വിശദീകരണം തെറ്റാണോ ശരിയാണോ? ഇതാണ് എന്റെ ചോദ്യം. ഈ അൽമനാറിൽ എന്ത് എന്നല്ലത് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അൽമനാറിൽ എന്ത് വന്നു, അല്ലെങ്കിൽ സുന്നത്ത് മാസികയിൽ എന്ത് വന്നു? പ്രാർത്ഥനയുടെ അർത്ഥത്തെ തുടർന്നിട്ടാണല്ലോ സഹോദരന്റെ സംശയം. കാരണം നേരത്തെ ഇവിടെ വിശദീകരിച്ചു, പ്രാർത്ഥന എന്നാൽ അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനക്കാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിനെ തുടർന്നുകൊണ്ടാണല്ലോ സഹോദരന്റെ സംശയം വരുന്നത്. സഹോദരൻ ചോദിച്ചു, എങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളോട് തേടിയത് പ്രാർത്ഥനയാണോ? കാരണം സഹോദരന് പറയാനുണ്ടാവുക, കാരണം മുശ്രിക്കുകൾക്ക് അവരുടെ ബിംബങ്ങളെക്കുറിച്ച് സൃഷ്ടാക്കളാണ്, ഉടമകളാണ് എന്ന് വിശ്വാസമില്ലല്ലോ എന്നതായിരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടത്. അതുകൊണ്ട് സഹോദരന്റെ ഈ സംശയം വരുന്നത് നേരത്തെ അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ വിശദീകരണത്തിന്റെ തുടർന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പ്രാർത്ഥനയ്ക്ക്
മുജാഹിദുകളുടെ ജിഹയാകുന്ന അൽമനാറിൽ പറഞ്ഞ ഈ വിശദീകരണം, ഈ അർത്ഥത്തോട് സഹോദരൻ യോജിക്കുന്നുണ്ടോ ഇല്ലേ? പ്രാർത്ഥനയ്ക്ക് കൊടുത്ത വിശദീകരണത്തിനോട് സഹോദരൻ യോജിക്കുന്നുണ്ടോ ഇല്ലേ? യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആവർത്തിച്ചോളൂ. നിങ്ങളുടെ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു അടിമ ഉടമയോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെ പ്രഭാഷണത്തിലല്ല, അൽമനാർ ഉദ്ധരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രഭാഷണത്തിൽ പറഞ്ഞതല്ല, അൽമനാർ ഉദ്ധരിച്ച പറഞ്ഞതാ. ചോദ്യോത്തര സമയത്ത് അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണത്. പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഹജ്ജ് വേളയിൽ അവർ തൽബിയത്ത് ചെല്ലാറുണ്ടായിരുന്നു. സഹോദര, മക്കയിലെ മുശ്രിക്കുകളുടെ ഹജ്ജോ തൽബിയത്തോ ഉംറോ എന്നല്ല ഇപ്പോഴത്തെ വിഷയം. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഏത് വിഷയം, ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും തവാഫാണെങ്കിലും ഹജറുൽ അസ്വദ് ഏത് നമുക്ക് പറയാം. ഒന്നും ഒരു പ്രയാസമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SKSSF അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ സമസ്തക്കാരാ, ഈക്കക്കാരാ. ഞങ്ങൾക്കെല്ലാം പരസ്യമായിക്കൊണ്ട് പറയാനും ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്ന് 1000 തവണ ആരുടെ മുന്നിൽ സമർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾക്കതിൽ ഒരു നാണക്കേടുമില്ല. ഇവിടുത്തെ വിഷയം പ്രാർത്ഥനയ്ക്കൊരു അർത്ഥം പറഞ്ഞു, അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഈ അർത്ഥത്തെ തുറന്നുകൊണ്ടാണ് സഹോദരന്റെ സംശയം വരുന്നത്. എങ്കിൽ പ്രാർത്ഥന എന്നാൽ അങ്ങനെയാണെങ്കിൽ മക്ക മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളോട് നടത്തിയ ആ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? ഇതാണ് സഹോദരന്റെ ചോദ്യത്തിന്റെ ആശയം. അതിനാണ് ഞാൻ ചോദിച്ചത്, പ്രാർത്ഥന എന്നാൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ എന്താകുന്നു എന്ന് മുജാഹിദുകളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം, അവരുടെ മുഖപത്രം അൽമനാർ വിശദീകരിച്ചു. അടിമയാകുന്ന മനുഷ്യൻ ഉടമയാകുന്ന അല്ലാഹുവോട് നടത്തുന്ന അർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഈ പറഞ്ഞ വിശദീകരണത്തിനോട് സഹോദരന്റെ സമീപനം എങ്ങനെയാണ്? ഇത് തെറ്റാണ് എന്നാണോ സഹോദരൻ പറയുന്നത്, അല്ല ശരിയാണ് എന്നാണോ? ഈ രണ്ടാളെന്നാണ് എനിക്കറിയേണ്ടത്. അൽമനാർ തള്ളാനോ കൊള്ളാനോ ഞാൻ ആളല്ല. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ അൽമനാർ തള്ളുണ്ടോ കൊള്ളുണ്ടോ ഒന്നും ഞാൻ എന്റെ ചോദ്യമല്ല, അതൊന്നും എന്റെ വിഷയമല്ല. സഹോദരന്റെ പ്രയാസം ഗ്രൂപ്പ് വ്യക്തമാക്കാൻ സഹോദരന്റെ പ്രയാസം അനുഭവപ്പെട്ടതുപോലെ അൽമനാറിന്റെ തള്ളിയാൽ പ്രശ്നം, കൊണ്ടാലും പ്രശ്നം, ആകെ കൂടി പ്രശ്നം സദസ്സിന് മനസ്സിലാകുന്നുണ്ടല്ലോ ഇവിടുത്തെ വിഷയത്തിന്റെ എന്താ മർമ്മമെന്ത്. അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അർത്ഥം പറഞ്ഞു. ഈ അർത്ഥം തെറ്റാണോ ശരിയാണോ? ഇതെന്റെ ചോദ്യം. ഇങ്ങനെ അൽമനാർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ല, അതൊന്നല്ല എന്റെ ചോദ്യം. ഈ പറഞ്ഞ അർത്ഥം തെറ്റാണോ ശരിയാണോ? ഞങ്ങളോട് ചോദിക്കാനാ വന്നത്, നിങ്ങൾ ഉത്തരം പറയാനാ വന്നത്. അല്ലല്ല, ഞങ്ങൾ ആദ്യത്തന്നെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തിരിച്ചങ്ങോട്ടും ചോദിക്കേണ്ടി വരും. നിങ്ങളെന്നും ചോദിക്കുന്ന ആളുകൾ, ഞങ്ങൾ ഇങ്ങനെ മറുപടി പറയുന്ന ആളുകൾ, ഈ ഏർപ്പാട് ശരിയാവൂല. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കും. എന്തിനു വേണ്ടി? പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല, വഷളാക്കാൻ വേണ്ടിയല്ല, പരിഹസിക്കാൻ വേണ്ടിയല്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളുടെ സ്വഭാവമല്ല, SKSSFകാരന്റെ സംസ്കാരമല്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അവരുടെ ആശയത്തിലുള്ള ആ വൈരുദ്ധ്യവും അതിന്റെ പാപ്പരത്വവും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു എന്ന് മാത്രം. പ്രാർത്ഥനയ്ക്ക് അൽമനാർ പറഞ്ഞ വിശദീകരണത്തെക്കുറിച്ച് സഹോദരന്റെ അഭിപ്രായം എന്താണ്? ഇത് തെറ്റാണോ ശരിയാണോ? അൽമനാറിന്റെ അഭിപ്രായമായിട്ടല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സ്വന്തം അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ സുന്നികളുടെ അഭിപ്രായമായിട്ടാണ്. അൽമനാറിന്റെ ഉദ്ധരണിയാണ് ഇവിടെ വായിച്ചത്. പല തവണ വായിച്ചു, എത്രയോ തവണ വായിച്ചു. അൽമനാറിന്റെ ഉദ്ധരണിയാണ് ഇവിടെ വായിച്ചത്. അൽമനാറിൽ പറഞ്ഞ ഈ വിശദീകരണം, അടിമയാകുന്ന മനുഷ്യൻ ഉടമയാകുന്ന അല്ലാഹുവോട് നടത്തുന്ന അർത്ഥനക്കാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് അൽമനാർ പ്രാർത്ഥനയെ സാങ്കേതികമായി കൊണ്ട് വിശദീകരിച്ചു. ഈ വിശദീകരണം സഹോദരന്റെ അഭിപ്രായ പ്രകാരം തെറ്റാണോ ശരിയാണോ? അൽമനാർ ഒരു പ്രമാണമായിട്ട് നിങ്ങൾ തന്ന കത്തില് അൽമനാർ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ള ഒരു അടക്കെ ഒന്ന് പറയട്ടെ. ഇപ്പൊ എന്താ ചോദിച്ചെന്നറിയാം, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനം പറഞ്ഞു കൊടുത്ത് ഒരു വ്യാഖ്യാനം പറഞ്ഞു. തലബുൽ അബ്ദി അഥവാ അടിമ ഉടമയോട് ചോദിക്കുന്ന തേട്ടമാണ്. ഇത് അൽമനാറിൽ ഉദ്ധരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, അപ്പോൾ എപ്പോൾ അടിമ ഉടമയാണെന്ന് വിശ്വാസിച്ച് ചോദിക്കുമ്പോഴല്ലേ പ്രാർത്ഥനയാകുക?
അങ്ങനെയാണെങ്കിൽ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവർ വിളിച്ചിരുന്ന ദേവതകളെ സംബന്ധിച്ച് അവർക്ക് ഉടമയാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഈ നിർവചന പ്രകാരം ഇതേതാ നിർവചനം? അൽമനാറിലുള്ളതാ. ഇത് ശരിയല്ല, നിങ്ങൾ ഇതിനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഈ പറഞ്ഞത് ഞങ്ങളിപ്പോ വായിച്ചത് നിങ്ങൾ അൽമനാർന്ന, ഇത് ശരിയാണോ അല്ലേ? രണ്ടക്ഷരം ശരിയാണെങ്കിൽ ശരി, തെറ്റാങ്ങ് തെറ്റെന്ന് പറഞ്ഞാൽ കുബുദ്ധി ഉപയോഗിക്കരുത്. അവിടെ ഇരിക്കട്ടെ, അത് രണ്ട് ശരിയാണെങ്കിൽ ശരി, തെറ്റാങ്ങ് തെറ്റ്, രണ്ടക്ഷരം. അത് പറയാൻ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ മുഖം. ആരാധന മുജാഹിദിന്റെ മുഖം. ഗ്രൂപ്പ് ഏതാന്ന് പറയാൻ ഇത് തെറ്റാ ശരിയാ അതുകൊണ്ട് പറയണം നിങ്ങൾ. ഇത് തെറ്റാങ്ങ് തെറ്റെന്ന് പറയാ, ശരിയാങ്ങ് ശരി എന്ന് പറയാ. നിങ്ങൾക്കൊരു ആദർശം ഉണ്ടല്ലോ. ഈ പറഞ്ഞ പ്രാർത്ഥനക്ക്, ദുആഇന് പ്രാർത്ഥനക്ക് അൽമനാർ പറഞ്ഞ തഫ്സീർ തെറ്റാണോ? നിങ്ങൾ എന്താ പഠിച്ചു വെച്ചത്? അത് പറ. നിങ്ങൾ പഠിച്ചു വെച്ച പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആശയം നിങ്ങൾ മംഗലാപുരത്ത് വെച്ചിട്ട് ഒരു സംവാദം നടത്തി. അത് ചോദ്യമല്ല, അതാർക്ക് വിഷയം അടുത്തില്ല. വിഷയം അവിടെയല്ല. നിങ്ങൾ ഇപ്പൊ തെറ്റോ ശരിയോ എന്ന് പറയുന്ന സ്ഥലമാണ് മംഗലാപുര സംവാദം. അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ് ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറെ തന്നെ 10 മണിക്ക് പുറമെ 10 മിനിറ്റ് നിങ്ങൾക്ക് വെച്ചുതരാം. മംഗലാപുര സംവാദം ചോദിക്കാം. ഇരിക്കട്ടെ, ഇപ്പോഴത്തെ ചോദ്യം അങ്ങോട്ടൊരു ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾ ഉത്തരം പറയാൻ പറ്റും. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് ഞങ്ങളിതാ വായിക്കാൻ പോവാൻ. ഞങ്ങൾ അതിനെ ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചത്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ അൽമനാറില് ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ നിർവചനവും നിങ്ങൾ ഏത് ഗ്രൂപ്പിലല്ലോ, എന്നാൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് തെറ്റാണോ ശരിയാണോ? നിങ്ങൾ എന്താ പഠിച്ചു വെച്ചത് പ്രാർത്ഥനയെ പറ്റി? നിങ്ങൾ മുജാഹിദാണല്ലോ, മുജാഹിദിന് പ്രാർത്ഥന അറിയാലോ. അവർ പ്രാർത്ഥനമല്ലേ അവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഏത് പ്രാർത്ഥന തെറ്റാണോ ശരിയാണോ? ഇത് അടിമ ഉടമയോട് തേടുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് ഇസ്ലാമിക സാങ്കേതിക ഭാഷ എന്ന് പറഞ്ഞല്ലോ. ഇത് അൽമനാറിൽ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? രണ്ട് അക്ഷരം, വേറൊന്നും പറയണ്ട. ഖാലിഖാണെന്ന് വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥനയല്ല എന്ന് നിങ്ങൾ മംഗലാപുരത്ത് വെച്ച് പറഞ്ഞു. എന്താണ് പിന്നെ മംഗലാപുരം? എന്താ കൂട്ടരെ, മംഗലാപുര സംവാദം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് 10 മിനിറ്റ് കൂട്ടിയിരിക്കുകയാണ്. എന്റെ ചോദ്യകർത്താവിന് മംഗലാപുരം പ്രതിവാദം ചോദിക്കാൻ. ഞങ്ങൾ ചോദിച്ചത് അവിടെയല്ല. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഗ്രൂപ്പ് ഏതാണെന്നുള്ള തിരിയുണ്ടല്ലോ. അപ്പോ ഈ അൽമനാർ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? എടവണ്ണപ്പാറയിൽ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടത്. എടവണ്ണപ്പാറയിലുള്ള ജനങ്ങൾ കേൾക്കട്ടെ. അൽമനാറിലെ വ്യാഖ്യാനം തെറ്റാണോ ശരിയാണോ? തെറ്റോ ശരി, രണ്ടക്ഷരം. എന്നിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് കടക്കണം വേഗം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഈ വിഷയത്തിലെ എന്റെ സഹോദര, നിങ്ങളുടെ ചോദ്യം ഉത്ഭവിക്കുന്നത് പ്രാർത്ഥനന്റെ ഈ നിർവചനത്തുമെന്നാണല്ലോ. ഈ നിർവചനം നിങ്ങൾക്കെതിരെ ഉദ്ധരിച്ചത് അൽമനാറിൽ നിന്നാണ്. ഈ അൽമനാറിലെ ഈ വാദം സ്ഥിരപ്പെട്ടെങ്കിലേ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഈ അൽമനാറിൽ പറഞ്ഞത് തെറ്റാന്ന് മൂപ്പര് പറയൂല, ശരിയാന്ന് മൂപ്പര് പറയൂല. പറയണം അത് തെറ്റോ ശരി. നിങ്ങൾ പഠിച്ചു വെച്ചണോ? നിങ്ങൾക്ക് അറിയില്ലേ അത്? നിങ്ങളുടെ വാദം ആദ്യം പറയണം. നിങ്ങളുടെ വാദം എന്താണ്? ഞങ്ങളുടെ വാദം പറയാം. അതിന് മുമ്പ് നിങ്ങളത് പറ. നിങ്ങൾ ഈ വാദത്തുമ്മലല്ലേ ചോദിച്ചത്? ഈ അൽമനാറിൽ എഴുതിയ മേല നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പറ. ഇപ്പൊ മനസ്സിലായല്ലോ സംഗതി? ഇപ്പൊ സംഗതി ആളുകൾക്കൊക്കെ തിരിയുണ്ട്. എന്റെ സുഹൃത്തെ, ഇവിടെ ചോദിച്ചത് നിങ്ങൾ മുഴുവനും പ്രാർത്ഥനനെ പറ്റിയല്ലേ? നിങ്ങൾ പ്രാർത്ഥനനെ പറ്റിയല്ലേ ആദ്യത്തെ ചോദ്യങ്ങൾ കറാത്ത് മറാത്ത് ആവർത്തനം വന്നത്? എന്റെ സുഹൃത്തും ഇപ്പോൾ ഈ പ്രാർത്ഥനന്റെ നിർവചനത്തുമല്ല മക്കാ മുശ്രിക്കുകളിലേക്ക് ചാടാൻ പോകുന്നത്. നിങ്ങളെ ഞങ്ങൾ ചാടിച്ചു തരാം. മക്കാ മുശ്രിക്കുകളുടെ ഇത്തിഖാദുകൾ, വിശ്വാസങ്ങൾ ഞങ്ങൾ കൊട്ടക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാം. നിങ്ങളുടെ KM മൗലവിയുടെ ബുക്കിൽ നിന്ന് ഉദ്ധരിക്കാം. നിങ്ങളുടെ സക്കരിയ സലാഹിന്റെ ബുക്കിൽ നിന്ന് ഉദ്ധരിക്കാം. ആരെ ബുക്കിൽ നിന്ന് ഉദ്ധരിക്കാം? അതിനു മുമ്പ് ഈ ചോദ്യം കിടക്കുന്നത് ഈ വരിമെന്ന ഇത് അൽമനാറിൽ പറഞ്ഞതാ. ഈ അൽമനാറിൽ പറഞ്ഞത് തെറ്റോ ശരിയോ, തെറ്റോ ശരിയോ, തെറ്റോ ശരിയോ? ഒന്നുകൂടി കേട്ടോളൂ, എല്ലാവരും മനസ്സിലാക്കണം. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. ഇരുമല നിങ്ങളുടെ ചോദ്യം, അടുത്ത ചോദ്യം വരുന്നത് ഇത് തെറ്റോ ശരിയോ? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഗ്രൂപ്പ് വ്യക്താക്കാനും കഴിയില്ല, അൽമനാറിനെ കുറിച്ച് അഭിപ്രായം പറയാനും കഴിയില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടുത്ത ആൾ വന്നോട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുറസാഖ് എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് പറയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം ആക്കോട് മുജാഹിദാണോ, ജമാഅത്താണോ, പിന്നെ ഖാദിയാനിയാണോ, തബ്ലീഗാണോ? ഞാൻ ഒരു മുസ്ലിം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുസ്ലിം ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. ഏതാ ഗ്രൂപ്പ്, ഏത് വിഭാഗം? മുജാഹിദാണ്. മുജാഹിദ് ഗ്രൂപ്പിനോട് താല്പര്യം. അപ്പോ മുജാഹിദാണ്. നേരത്തെ മുജാഹിദ് എന്ന് പറയാനും താല്പര്യമില്ലേനും, ഇപ്പൊ കുടുങ്ങിയിട്ട് മുജാഹിദ് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
മുജാഹിദ് പറയുമ്പോൾ സുഹൃത്തെ, ഉത്തരം പറയാനുള്ള സൗകര്യത്തിന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഗ്രന്ഥം എടുത്ത് ഉദ്ധരിച്ച് പറയാൻ ഏത് ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ സൗകര്യത്തിന്, അല്ലാണ്ട് നിങ്ങളെ ഗ്രൂപ്പാന്ന് വെച്ചിട്ട് നിങ്ങളെ മോശപ്പെടുത്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിയുന്നത് നിങ്ങളെ ഗ്രൂപ്പ് മോശമാണ്. അതാണ് പറയണത്. നിങ്ങൾ ഏത് പുസ്തകത്തിൽ നിന്ന് മറുപടി പറയണമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഒന്ന് പറ, സൗകര്യത്തിൽ പറ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ സമസ്ത വിഭാഗമാണ്. ചെറുശ്ശേരി ഉസ്താദ് പ്രസിഡന്റും അത് സെക്രട്ടറിയും കോയക്കുട്ടി ഉസ്താദ് പ്രസിഡന്റുമായ സമസ്തന്റെ ആളുകളാണ്. ഞങ്ങൾ എത്ര ഉഷാറില പറയുന്നത്. അതുപോലെ നിങ്ങൾ ഏത് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞേ. ദയവ് ചെയ്ത് ഉസ്താദ് നമ്മൾ സഹകരിക്കണം. ഞാൻ മുജാഹിദ് ആദർശമുള്ള ആളാണ്. നിങ്ങൾ ഗ്രൂപ്പ് ചോദിക്കില്ലേ പ്ലീസ്. ഇനി ഞാൻ പറയാം സഹോദരന്റെ ഒരു സങ്കടം. കാരണം ഏത് ഗ്രൂപ്പ് പറഞ്ഞാലും രക്ഷപ്പെടൂല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ സഹോദരനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അതിന് മറുപടി പറയണമെന്ന് നിർബന്ധിക്കുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. കാരണം നിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിലവിലുള്ള ഗ്രൂപ്പുകളൊക്കെ മോശമാണ്. അവർ ആശയപരമായി വളരെ പാപ്പരത്വങ്ങളും വൈരുദ്ധ്യങ്ങളും ഉള്ളവരാണ് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഒരു ഗ്രൂപ്പിലും ചേരാതിരിക്കുന്നത്? അല്ല. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പിലും ചേരാതിരുന്നത്? അത് എന്റെ മനോധർമ്മം അനുസരിച്ചാണ്. മനോധർമ്മത്തിന് ഒരു കാരണം ഉണ്ടാകുമല്ലോ. അങ്ങനത്തെ ഒരു മനോധർമ്മം, ഇതെന്ത് മനോധർമ്മമാണിത്? എല്ലാ ഗ്രൂപ്പുകളും ഉഷാറാണ്, പക്ഷെ ഞാനൊന്നിലുമല്ല. പിന്നെ ഉഷാറല്ലാത്തയില്ല ഞാനുള്ളത്. അതാണ് അതിന്റെ താല്പര്യം. ഏതായാലും സഹോദരൻ ചോദിച്ചോ, ഗ്രൂപ്പ് വ്യക്തമാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയോ അപകടങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം നിങ്ങൾ ഗ്രൂപ്പ് വ്യക്തമാക്കാത്തത്. ഏതായാലും ആ ഭാഗം ഒഴിവാക്കാം. നിങ്ങൾക്ക് ചോദിക്കാം. ഉസ്താദിനോട് ആമുഖമായിട്ട് പറയണം. ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എടവണ്ണപ്പാറ ടൗൺ കമ്മിറ്റി ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ പറഞ്ഞത് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖാമുഖത്തിൽ ആദർശ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് സർവാംഗീകൃതമായ വിശുദ്ധ ഖുർആൻ, തിരുഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതായിരിക്കും. ആമുഖമായി പറയാം. അപ്പം അൽമനാറ് പ്രമാണമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചതിന് ശേഷം മറുപടി പറയാം. ഈ വിഷയവുമായി അൽമനാർ ഇസ്ലാമിക ഗ്രന്ഥമല്ലേ? പ്രമാണമല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ എന്നല്ലേ പറഞ്ഞേ? അല്ല, പ്രസിദ്ധമായ ഗ്രന്ഥമല്ല, അത് മാസിക ഗ്രന്ഥമല്ലേ? ഇസ്ലാമിക ഗ്രന്ഥമല്ലേ? അല്ല, മാസിക. അപ്പോ മൂപ്പർ അൽമനാർ വിരുദ്ധനാൻ തിരിഞ്ഞു. ഇസ്ലാമിക മാസിക ഗ്രന്ഥമല്ലേ? അല്ല, മാസിക ഗ്രന്ഥമല്ല. പ്രമാണമല്ല. ഖൗലുൽ ഖസ്മി ഹുജ്ജത്തുൻ. നിങ്ങൾ ശ്രദ്ധിച്ചോളി, നിങ്ങൾക്ക് പ്രമാണം പഠിപ്പിച്ച ഞങ്ങൾ ജമ്മുൽ ജവാമിയ പറയുന്നത് ഖൗലുൽ ഖസ്മി ഹുജ്ജത്തുൻ, കക്ഷിയുടെ വാദം തെളിവാണ്. അതായത് മുജാഹിദ് എന്ന് പറയുന്ന കക്ഷികൾക്ക് മുജാഹിദിന്റെ നേതാക്കളുടെ വാദങ്ങൾ, അവരുടെ പ്രമാണങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രമാണം ഉപയോഗിക്കും. ഉദാഹരണം, കെ എം മൗലവി പറഞ്ഞൊരാശയം മുജാഹിദുകാർക്കെതിരെ ഞങ്ങളുടെ പ്രമാണം ഖൗലുൽ ഖസ്മി ഹുജ്ജ. സുന്നിയഫ്കാരൻ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ സുന്നിയഫ്കാരിലല്ലേ പറഞ്ഞത്? സുന്നിയഫ്കാർ പ്രമാണമല്ലേ, വലിച്ചെറിഞ്ഞോളൂ ഞങ്ങൾ പറയൂല. അത് ഞങ്ങൾ എഴുതിയതാ, ഞങ്ങൾ മറുപടി പറയൂ. ഖൗലുൽ ഖസ്മി ഹുജ്ജ. പ്രസിദ്ധമായ ഇസ്ലാമിക ഗ്രന്ഥമായല്ലേ? പ്രസിദ്ധമായ ഇസ്ലാമിക ഗ്രന്ഥം കൊണ്ടും അൽമനാർ ഇസ്ലാമിക ഗ്രന്ഥമാണോ? അത് നിങ്ങൾ പറഞ്ഞ വിഷയം തീർന്ന്. നിങ്ങൾ ഇങ്ങനൊന്നും കഷ്ടപ്പെടണ്ട. ബുക്കൊക്കെ വായിച്ച് വ്യവസ്ഥയും കടലാസൊക്കെ വായിച്ച് എങ്ങനെ രക്ഷപ്പെടുന്നു വേണ്ട. എന്താ നിങ്ങൾക്ക് അൽമനാറിനെ തള്ളേണ്ടത്? നിങ്ങൾ അൽമനാർ വിരുദ്ധനാണോ? ഒന്ന് പറഞ്ഞേരി, നമുക്കോ ഒഴിവാക്കാലോ. അൽമനാർ വിരുദ്ധനാണ്. അപ്പൊ അൽമനാർ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ല നിങ്ങൾ പറഞ്ഞല്ലേ? അൽമനാറിൽ പ്രാർത്ഥനക്ക് പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ലല്ലോ? അല്ലല്ലോ? അല്ല. എന്നാ അടുത്ത ചോദ്യം. അംഗീകരിച്ചു. അൽമനാറില് പ്രാർത്ഥനക്ക് പറഞ്ഞ നിർവചനം തെറ്റാണെന്ന് മൂപ്പർ സമ്മതിച്ചിരിക്കുക. അൽമനാറിൽ എന്താ പറഞ്ഞത്? ഒന്നെല്ലാരും കേട്ടോളൂ. എടവണ്ണപ്പാറയിലുള്ള എല്ലാ ആളുകളും പുരുഷാരങ്ങൾ കേൾക്കട്ടെ. പ്രാർത്ഥനക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. ഞങ്ങൾ മംഗലാപുരത്ത് പിടികൂടിയത് അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്ര ഉശിര്. കേട്ടോളൂ നിങ്ങൾ. പ്രാർത്ഥനക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. ഇത് ശരിയല്ല, മൂപ്പർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞ അൽമനാറ് ഞാൻ അംഗീകരിക്കുന്നതില്ല, പ്രമാണമായി അംഗീകരിക്കുന്നില്ല. അതാണ് ഇർഫാനി പറയേണ്ടത്. അല്ലാതെ ഞാൻ പറയാത്ത താങ്കൾ ഊഹത്തിൽ വെച്ച് പറയല്ല. അൽമനാറ് ഒരു ഇസ്ലാമിക പ്രമാണമായോ പ്രസിദ്ധമായ ഗ്രന്ഥമായോ ഞാൻ അംഗീകരിക്കുന്നില്ല, എന്നെ അംഗീകരിപ്പിക്കരുത്. അപ്പൊ നിങ്ങൾ അൽമനാറിനെ തള്ളിയില്ലേ? അൽമനാർ ഇസ്ലാമിക ഗ്രന്ഥമാണോ?
നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടല്ലേ ഇവിടെ സംശയം വന്നത്? നമ്മൾ എഴുതി കൊടുത്ത കത്തുനിന്ന് അല്ലേ? ആ കത്തൊന്നും കൂടി നിസാർ മുസ്ലിയാർ ഒന്ന് വായിച്ചട്ടെ, കൊടുക്കണം. അല്ല വായിക്കട്ടെ, മൂപ്പര് വായിക്കട്ടെ. എന്തിനാ വായിക്കണം? പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് 51ാം വാർഷിക സമ്മേളന പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ സലീം ഫൈലി ഇർഫാനി, അബ്ദുൽ ഗഫൂർ അൻവരി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി സംസാരിക്കും. മുഖാമുഖത്തിൽ ആദർശ വിഷയങ്ങളിൽ മുസ്ലിം ലോകത്ത് സർവാംഗീകൃതമായ വിശുദ്ധ ഖുർആൻ, തിരു ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ. അപ്പൊ നിങ്ങൾ മുജാഹിദ് ആയതുകൊണ്ട് മുജാഹിദിൽ പ്രസിദ്ധമായ ഗ്രന്ഥം എന്ന് നിൽക്കാൻ ഞങ്ങൾ അൽമനാറിൽ ഉദ്ധരിച്ചത്. അതിന് പുറമെ പ്രമാണത്തിൽ പറയുന്ന ഖൗലുൽ ഖസ്മി ഹുജ്ജ, എതിരാളികളുടെ വാക്ക് അയാൾക്കെതിരെ തെളിവാണ്. നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്കെതിരെ തെളിവാണ്. നിങ്ങളുടെ വാക്കാണ് അൽമനാറിലുള്ള വാക്ക്, കാരണം നിങ്ങളുടെ ഗ്രന്ഥമാണ്. ഏതായാലും സുഹൃത്ത് അൽമനാറിനെ തള്ളി ഞാൻ അതിനെ കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അൽമനാറിനെ ഞാൻ തള്ളി എന്നാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ പ്രസിദ്ധ ഗ്രന്ഥമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പ്രസിദ്ധ പ്രമാണമായ ഗ്രന്ഥം എന്നതിൽ പറഞ്ഞിട്ടില്ല. പ്രസിദ്ധ ഗ്രന്ഥം അത് നിങ്ങൾക്കെതിരെ ഉള്ള തെളിവായതുകൊണ്ട് അൽമനാർ ഉദ്ധരിക്കുകയാണ്. ഖാദിയാനി വന്ന അയാളെ ബുക്ക് ഞങ്ങൾ മറുപടി പറയും, തബലിയാർ വന്ന അയാളെ ബുക്ക് ഞങ്ങൾ മറുപടി പറയും, ജമാഅത്താർ വന്ന അയാളെ ബുക്ക് ഞങ്ങൾ മറുപടി പറയും, ഇബ്നു തൈമിയ വന്ന ഇബ്നു തൈമിയന്റെ ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾക്ക് അയാൾക്ക് മറുപടി കൊടുക്കും. അതുകൊണ്ടാണ് പറയണത്, സൗകര്യത്തിന് വേണ്ടിയാ ഞങ്ങൾ ഗ്രൂപ്പ് ഇതൊക്കെ ചോദിക്കും. നല്ല സൗകര്യത്തിന് മറുപടി പറയാ, അല്ലാതെ ഞങ്ങൾക്ക് അതിലൊന്നുമില്ലല്ലോ. നിങ്ങൾ ഗ്രൂപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് നാട്ടാ? നിങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടെന്ന് തിരിഞ്ഞ സ്ഥിതിക്ക് അൽമനാർ നിങ്ങൾ തള്ളുകയാണെങ്കിൽ, അൽമനാർ ഇസ്ലാമിക ഗ്രന്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ചോദിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ നേടിക്കഴിഞ്ഞു, സംവാദം ഞങ്ങളുടെ മുഖാമുഖത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് നേടിക്കഴിഞ്ഞു. അൽമനാർ ഇസ്ലാമിക പ്രസിദ്ധ ഗ്രന്ഥമല്ല എന്ന് ഞാനൊരു മുജാഹിദ് ആദർശക്കാരനാണെന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ അടുത്ത ചോദിച്ചോളൂ. ഞങ്ങളെ ഈ ലക്ഷ്യം ഞങ്ങൾക്ക് ഇവിടെ വിജയിച്ചു കഴിഞ്ഞു. അതായത് മുജാഹിദ് ആ പറഞ്ഞ തെറ്റാണെന്ന് മുജാഹിദുകൾക്ക് ഉള്ളിൽ അറിയാതെ ഞങ്ങൾക്ക് തിരിഞ്ഞു. ഇർഫാനി ഒന്നും കൂടി ഒരു വസ്തുത മനസ്സിലാക്കാം. ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഇജ്മാ, ഖിയാസ് 4 പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇമാമികളുടെ ഗ്രന്ഥങ്ങൾ, അല്ലാതെ ഏതെങ്കിലും പൈസിമാരോ മൗലവിമാരോ എഴുതുന്ന ഗ്രന്ഥങ്ങളല്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു പ്രമാണമായി ദീനിൽ അൽമനാറിൽ ഈ പറഞ്ഞത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. അപ്പൊ ഇത് അൽമനാറിൽ പറഞ്ഞത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ? ഈ പറഞ്ഞത് പ്രമാണ വിരുദ്ധമാണോ? അത് പറഞ്ഞ വിഷയം തീർന്നല്ലോ. ഇർഫാനിനോട് ഞാൻ വളരെ വിനീതമായി പറയട്ടെ, നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ അകലരുത്. നമ്മൾ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരിക. നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം തരാം. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളെ സദസ്സ്, നിങ്ങളെ വേദി, നിങ്ങൾ കിതാബ് പഠിച്ച ആളുകൾ, നിങ്ങൾ ഞങ്ങളെ വട്ടം തിരിക്കാൻ നിങ്ങൾ ചോദ്യം ചോദിക്കുക. ഇപ്പൊ മുഖാമുഖം ഞങ്ങളോട് നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് ഇരിക്കുക, ഞങ്ങൾ മുകളിൽ കയറിയിരിക്കേണ്ട അവസ്ഥപ്പെടുന്നത്. നിങ്ങൾ ഒരു വാദം നോക്കിയിട്ട് അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിക്കല്ല. ഞാൻ ചോദിക്കുന്നു, ഇദ്ദേഹം മുസ്തഫ മാസ്റ്റർ ചോദിച്ച അതേ ചോദ്യം, അടിമ ഉടമയോട്. ഞാൻ നിങ്ങൾ ആ പറഞ്ഞ ആദ്യ ഭാഗത്തോടെ ഒന്ന് പ്രതികരിക്കട്ടെ. ഞങ്ങളെ സ്റ്റേജ്, ഞങ്ങളെ സദസ്സ്, ഞങ്ങളെ ഗ്രൗണ്ട്, ഞങ്ങൾ എത്ര മാന്യതല പറഞ്ഞു. നമ്മൾ ആൾക്കാരൊക്കെ ഇളകിയപ്പോൾ നമ്മൾ പറഞ്ഞ ആൾക്കാരവിടെ ഇരിക്ക്, നിങ്ങളെ തൊടാതെ നിങ്ങളുടെ രോമത്തിന് കേടുപറ്റാതെ നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കാന്നുള്ള ഞങ്ങൾ SKSF-ന്റെ കടമ, ഞങ്ങളുടെ സംസ്ഥാന കടമയാണ്. എത്ര മാന്യത ഞങ്ങൾ പെരുമാറുന്നത്. മുഖാമുഖത്തിന് കൊണ്ടുപോയിട്ട് ചോദിച്ചതിന് പേരിൽ അടിച്ചിട്ട് എന്തൊക്കെ ചെയ്ത കഥകൾ പറയാനുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഞങ്ങളുടെ SKSF-ൽ 100 ചില്ലറ മുഖാമുഖങ്ങൾ നടത്തിയവരാണ് ഞങ്ങൾ. ഇന്ന് വരെ ഒരാളെ രോമത്തിന് തൊടാൻ ഞങ്ങൾ ഇവിടെയില്ല. ഞങ്ങൾ അങ്ങേയറ്റം മാന്യത പുലർത്തും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കരുന്നത് പറയരുതെന്നറിയോ? ഞങ്ങളുടെ മുഖാമുഖത്തിന്റെ സ്വഭാവം ആദ്യം പറഞ്ഞു, മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി ചിലത് ചോദിക്കും. ആ ചോദ്യങ്ങൾ ഉത്തരം, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അതിൽ വരും. അതൊരു ഹിക്മത്താണ്, അതൊരു യുക്തിയാണ്, അത് ഇമാമിങ്ങൾ പ്രയോഗിച്ച യുക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പാന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ പ്രമാണം ഉദ്ധരിക്കുക. നിങ്ങളെ ഇമാമായ നിങ്ങളെ ഗ്രൂപ്പിന്റെ നേതാവ് KM മൗലവി പറഞ്ഞ് ഉദ്ധരിക്കുക എന്നുള്ള സൗകര്യത്തിനാണ് ചോദിക്കണം. അല്ലാതെ ഇർഫാൻ നിങ്ങളെ മോശപ്പെടുത്തുന്നൊന്നും ഇല്ല സഹോദരൻ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞങ്ങളെ മാന്യത കണ്ടില്ലേ? ഞങ്ങൾ മംഗലാപുരം സംവാദത്തൊക്കെ ഞങ്ങൾ ബുക്ക് വായിച്ചപ്പോൾ ആ ബുക്കിലില്ല എന്നൊക്കെ ഫൈസൽ മൗലവി പറഞ്ഞപ്പോഴും ഞങ്ങൾ സംവാദം അവസാനിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആ തെറ്റിപ്പോയതാന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. 3ാം ക്ലാസ്സിലെ ബുക്കിൽ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു അത് കട്ടുമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എവിടുന്നാ കട്ടത്? അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ 4ാം ക്ലാസ്സിലെ ബുക്കാന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ഞങ്ങൾക്ക് സംവാദം അവിടെ അവസാനിപ്പിക്കായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തെന്നറിയോ?
ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ജബ്ബാർ മൗലവി പറയാ ആ കുട്ടികൾ മാന്യന്മാരായ കുട്ടികളാ. എന്തുകൊണ്ട്? അവർക്ക് സംവാദം അവസാനിപ്പിക്കായിരുന്നു. അവർ വിട്ടുവന്ന ഉടനെ ജബ്ബാർ മൗലവി ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുന്ന ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്ര മാന്യതയുള്ള കുട്ടികളാണ് ഞങ്ങൾ, സമസ്തന്റെ കുട്ടികൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അങ്ങനെ പറയരുത്. നല്ല ഭാഷ, ഇത് ഇസ്ലാമിന്റെ ഭാഷ, നല്ല ഭാഷയിൽ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾക്ക് അൽമനാറിനെ ഇഷ്ടമല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ. അൽമനാർ പ്രമാണമല്ലേ? തെറ്റാണോ അത്? അൽമനാർ പ്രാർത്ഥനക്ക് അൽമനാറിൽ പറഞ്ഞ നിർവചനം തെറ്റാണോ? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? അത് മനസ്സിലായിട്ടില്ല. എന്നാലും അതിനുള്ള മറുപടി മനസ്സിലായി. അല്ല, നിങ്ങളവിടെ ഇരുന്നോളി. മൂപ്പർ ചോദിച്ചോട്ടല്ലേ? നിങ്ങൾ ഇടപെടുന്നത്? മൂപ്പർ ചോദിച്ചോട്ടെ. ഇർഫാനി ഒരു കാര്യം, ഒരു കാര്യം, നമുക്കിടയിലുള്ള കത്തിലോ നമുക്കിടയിലുള്ള അപ്പൊ ഏതായാലും അതിന് ഉത്തരവില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് മൂപ്പർ അടുത്ത ചോദിച്ചോട്ടല്ലേ? എന്നാ വിടുക. പിന്നെ അത് ഏതായാലും അൽമനാറും പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ നിർവചനവും അതൊക്കെ പൊളിഞ്ഞ് തകർന്ന് അടിഞ്ഞു. ഇതാണ് മംഗലാപുരത്തും സംഭവിച്ചത്. ഇനി അടുത്ത ചോദിച്ചോളൂ. ചോദ്യം ഇത് തന്നെയാണ്. മക്ക മുശ്രിക്കുകൾ അടിമ ഉടമയോട് പ്രാർത്ഥിക്കുക, തേടുക എന്ന അർത്ഥത്തിലാണോ ലാത്തയോടും ഉസ്സയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഉള്ള പ്രധാനപ്പെട്ട അമ്പിയാക്കളുടെയും മഹത്തുക്കളുടെയും ബിംബങ്ങളുണ്ടാക്കി പ്രാർത്ഥിച്ചത്, സഹായം തേടിയത് എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ കേട്ടോളൂ, ചോദ്യം കേട്ടോളൂ. മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളോട്, ലാത്ത ഉസ്സ മനാത്ത എന്നീ വസ്തുക്കളോട് അവർ നടത്തിയ പ്രാർത്ഥന ആ ലാത്തയും ഉസ്സയും മനാത്തയൊക്കെ ഉടമയാണെന്ന വിശ്വാസപ്രകാരമാണോ എന്നാണ് ചോദ്യം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പറഞ്ഞേ. ഉടമയാണ് എന്ന അർത്ഥത്തിലാണോ അവർ സഹായം തേടിയത്? അല്ലേ ചോദിച്ചത്? സഹായം എന്നാല് വ്യത്യാസം നടത്തിയത് എന്നാണ് ചോദ്യം. എന്നാൽ അൽമനാർ പറയുന്നത് അതേ. അൽമനാർ പറയുന്നത് എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടിമ ഉടമനോട് ചോദിച്ചാൽ മാത്രമേ പ്രാർത്ഥനയാവൂ അൽമനാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചത് അടിമ ഉടമയാണ്, അടിമ അവരെയാണെന്ന് പ്രാർത്ഥനയായത്. കാരണം ആ ചോദിച്ചത് അത് പ്രാർത്ഥനയാണ്, അഥവാ അവരുടെ ഉടമയാണെന്ന വിശ്വാസപ്രകാരമാണ് എന്നാണ് അൽമനാർ പറയുന്നത്. ഇതാ അൽമനാറിന്റെ ഈ നിർവചനം പറയുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഉദ്ധരിക്കാനുണ്ട്, കൊട്ടക്കണക്കിന് ഉദ്ധരിക്കാനുണ്ട്. അൽമനാർ അങ്ങനെ പറയുന്നു. അതിനെപ്പറ്റിയുള്ള പ്രതികരണം കേൾക്കണം. പ്രമാണങ്ങളിൽ നിന്നും ഉസ്താദ് ഉദ്ധരിക്കാം. ഇജ്മാ, ഖിയാസ്, ഖുർആന്, ഹദീസ്. ബഹുമാനപ്പെട്ട ഇർഫാനി ഉസ്താദ് അൽമനാർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചത് അടിമയും ഉടമയുമാണ് എന്ന ധാരണയോടുകൂടിയായിരുന്നു, ആ നിലപാടിലായിരുന്നു എന്ന് സർവ്വമുജാഹിദുകൾക്കും സ്വീകാര്യനായ കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച KM മൗലവി പറയുന്നു. എല്ലാ ഗ്രൂപ്പ് മുജാഹിദുകൾക്കും സ്വീകാര്യനായ കേരള വഹാബിസത്തിന്റെ പിതാവായ KM മൗലവി പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളോട്, ബിംബങ്ങളോട് സഹായം തേടിയിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് അവരുടെ ബിംബങ്ങൾ ഉടമകളുമാകുന്നു എന്ന വിശ്വാസത്തിലായിരുന്നു എന്ന് KM മൗലവി അദ്ദേഹത്തിന്റെ KM മൗലവി ഫത്വകൾ എന്ന പുസ്തകത്തിന്റെ 120 പേജുകളിൽ പറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ ആ വരികൾ വായിച്ചുതരാം. ഖുർആൻ, ഇജ്മാ, ഖിയാസ്, ഹദീസ് എന്നിവ ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് മറുപടി പറയുക. KM മൗലവി പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട്, ഖിയാസ് ഉദ്ധരിച്ചുകൊണ്ട്, ധാരാളം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറയും, തീർച്ചയായും പറയും. ഈ സദസ്സിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയട്ടെ, എത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും, ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും, ഖിയാസും ഇജ്മാവും ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം. ഈ കാണുന്ന മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു. എത്ര കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മുജാഹിദ് ആദർശക്കാരനാണെന്ന് പറഞ്ഞല്ലോ. കേരളത്തിലെ സർവ ഗ്രൂപ്പ് മുജാഹിദുകൾക്കും സർവാദരണീയനായ കേരള വഹാബീസത്തിന്റെ ആദ്യ പിതാവ്, പ്രഥമ പ്രബോധകൻ KM മൗലവിയുടെ ഫത്വകളിൽ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് KM മൗലവി പറയുന്നു, മക്കയിലെ, അറേബ്യയിലെ മുശ്രിക്കുകൾ
അവരുടെ ബിംബങ്ങളോട് സഹായം തേടിയിരുന്നത് ഈ നിലപാടിലായിരുന്നു എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഇതുപോലെ ഒരുപാട് വായിക്കാത്തതുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാത്തതുണ്ട്, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ അറിയാത്തതുണ്ട്. ഏതോ ചില മുജാഹിദ് മൗലവിമാരുടെ ചില പ്രഭാഷണങ്ങളോ ചില വാചക കസർത്തുകളോ കേട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനോട് നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ വഹാബീസത്തിന്റെ പിതാവാണ് KM മൗലവി. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേരളത്തിൽ വഹാബീസത്തിന്. എന്നാൽ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുന്ന അവരുടെ നേതാക്കളിൽ ഒരു നേതാവാണ് KM മൗലവി. ഈ KM മൗലവിയെ തള്ളിയാൽ പിന്നെ കേരള വഹാബീസത്തിന് നിലനിൽപ്പില്ല. ഇവിടെ അൽമനാറിനെ തള്ളി. ഗ്രൂപ്പ് ഏതാണെന്ന് വ്യക്തമാക്കാൻ പ്രയാസം. നമുക്ക് ഓരോരുത്തരും നേരിട്ട് അനുഭവിച്ചതാണല്ലോ. എന്നാൽ KM മൗലവി പറയുന്നു, മക്കയിലെ അറേബ്യയിലെ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളെ വിളിച്ച് സഹായം തേടിയിരുന്നത് അടിമയും ഉടമയുമായിരുന്നു എന്ന നിലപാടിലാണ്, വിശ്വാസത്തിലാണ് എന്ന് ഇതിന്റെ 92, 93 പേജുകളിൽ ഞങ്ങൾ പച്ചയായിക്കൊണ്ട് ഇതാ കാണിക്കുന്ന ഈ പുസ്തകം KM മൗലവി ഫത്വകൾ എന്ന പേരുള്ള പുസ്തകം. ഇത് സുന്നികൾ പ്രസിദ്ധീകരിച്ചതല്ല. KM മൗലവിയുടെ ഫത്വകൾ സുന്നികൾ പ്രസിദ്ധീകരിച്ചതല്ല, മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിച്ച പഴയ ബുക്കല്ല. ഇന്നും കോഴിക്കോട് മുജാഹിദ് ബുക്ക് സ്റ്റാളുകളിൽ ചെന്നാൽ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്ന്. ഇത് തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള പാവങ്ങളായ ആളുകൾക്ക് സംഭവിച്ച അബദ്ധം. നിങ്ങൾ എന്താണ് വഹാബീസം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല, എന്താണ് സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. തീർച്ചയായും ഞാൻ ആണയിട്ടുകൊണ്ട് പറയുന്നു, തീർത്ത് പറയുന്നു, കേരളത്തിലെ വഹാബീസം എന്താണെന്ന് ഒരു മനുഷ്യനും പഠിക്കുകയാണെങ്കിൽ മറ്റേത് പ്രസ്ഥാനത്തിലേക്ക് പോയാലും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി മുജാഹിദാവൂല, പഠിച്ചൊരാൾ മുജാഹിദാവൂല. അത്രത്തോളം ആദർശ വൈരുദ്ധ്യങ്ങൾ, ആശയ പാപ്പരത്വങ്ങൾ, ഇതിന്റെ കലവറയാണ് കേരള വഹാബീസം. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് നേരിട്ട് അനുഭവിച്ച അൽമനാറും KM മൗലവി ഫത്വകളൊക്കെ. ഇനി നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മറുപടി പറയുന്നുണ്ടാവുക. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മറുപടി പറയുക. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇനി നിങ്ങൾ ചോദിക്കുക. ബഹുമാനായ അൻവരി ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഖുർആനും ഹദീസും ഇജ്മാ ഖിയാസും വെച്ച് മറുപടി പറയൂ. നിങ്ങൾ അത് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഇല്ലാന്ന് പറയൂ. ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം. തീർച്ചയായും ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് പറയൂ. തീർച്ചയായും ഞങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ കൊണ്ട് പറയാം, ഹദീസ് കൊണ്ട് പറയാം, ഇജ്മാ കൊണ്ട് പറയാം, ഖിയാസ് കൊണ്ട് പറയാം. ഞങ്ങളുടെ എഴുത്തിൽ, നിങ്ങൾക്ക് തന്ന എഴുത്തിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാം. എത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? 10 ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 എണ്ണം ഉദ്ധരിക്കും. 100 എണ്ണം ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ 100 എണ്ണം ഉദ്ധരിക്കും. എത്രയും ഉദ്ധരിക്കാം. അത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങളുടെ ആശയങ്ങൾ അത്രത്തോളം പ്രമാണബദ്ധമാണ്. ഞങ്ങൾ അതിനു മുമ്പായിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ മുജാഹിദുകാരനാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് KM മൗലവിയുടെ ഫത്വകൾ അങ്ങനെയുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. തെറ്റാണെന്നോ ശരിയാണെന്നോ ഏതെങ്കിലും അഭിപ്രായം പറയൂ. അതിനുശേഷം ഞങ്ങൾ പ്രമാണങ്ങൾ പറയാം. ഉസ്താദിനോട് പറഞ്ഞില്ല, ഞാൻ വായിക്കാത്ത ഒരു കാര്യത്തെ പറ്റി തെറ്റ് ശരിയെന്ന് പറയാൻ ഞാൻ എന്താ മലക്ക? ഇത് വായിക്കേണ്ടത് വായിക്കാൻ തരും. ആ പുസ്തകം വായിക്കാണേ. ഞാൻ വായിച്ചുതരാം. ആദ്യം മുതൽ ഞാനിപ്പോ വായിച്ചുതരാം. നല്ല കഥ. എന്നാ സഹോദര, നിങ്ങൾ കാര്യം ചെയ്യേ, നിങ്ങൾ മുജാഹിദാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോ ഞാൻ കാണാത്ത എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ എന്റെ മുൻകാല നേതാക്കൾ എഴുതി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് കേട്ട ചില നോട്ടുകളെ കൊണ്ട് ചോദ്യം ചെയ്യാൻ പോയാൽ എന്റെ നേതാക്കളുടെ ഗ്രന്ഥങ്ങളെ കൊണ്ട് ഞാൻ പ്രയാസപ്പെടുമെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഗ്രന്ഥങ്ങൾ, ഇതുപോലെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്ക്, നിങ്ങൾ പഠിക്ക്. മുഴുവൻ ബുക്കും ഈ പുസ്തകത്തിന് ഇപ്പോ 143 പേജുണ്ട്. 143 പേജ്. ഞാൻ ഇവിടെ തല മുതൽ വായിക്കാൻ തുടങ്ങി. എന്തായിരിക്കും സ്ഥിതി? ഇതാ മുജാഹിദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇതാണോ മുജാഹിദ്? 143 പേജുള്ള ഈ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഇതാണോ വഹാബിസം? ഗ്രൂപ്പ് വ്യക്താക്കാൻ പ്രയാസം. ഏത് ഗ്രൂപ്പാണെന്ന് പറയാൻ പ്രയാസം. മുജാഹിദുകളുടെ ഔദ്യോഗിക ജിഹയാകുന്ന അൽമനാറിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പ്രയാസം. KM മൗലവിയുടെ ബുക്കിനെ തൊടാൻ പേടി. ഇതാണോ വഹാബിസം? ഇത് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വൈരുദ്ധ്യം തന്നെയാണ്, ഈ പ്രയാസം തന്നെയാണ് കേരളത്തിലെ വഹാബികളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് അവർ പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുവഹിദായവൻ വൈകുന്നേര സമയത്തും മുശ്രിക്ക. സക്കരിയ മുശ്രിക്ക്, സക്കരിയ പറയും അബ്ദുറഹ്മാൻ സലഫി മുശ്രിക്ക്, അബ്ദുറഹ്മാൻ സലഫി സക്കരിയാനെ മുശ്രിക്ക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കും കുഫറും ബിദഅത്തും ആരോപിച്ചുകൊണ്ട് പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയാണ് ഇന്ന് വഹാബിസത്തിലുള്ളത്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള വൈരുദ്ധ്യത്തിന്റെ ആശയപരമായ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. പുസ്തകത്തിന്റെ കുറച്ച് ഭാഗം വായിക്കാം. ഉണ്ടാവണം, നശിക്കണം എന്നിങ്ങനെയുള്ള ഇറാദത്ത്, ഇച്ഛ കൊണ്ട് തന്നെ കാര്യങ്ങളെ ഉണ്ടാക്കുവാനും ഇല്ലാതാക്കുവാനുമുള്ള കാര്യകർത്തൃത്വ ശക്തി, അതായത് ഒരു കാര്യത്തോട് ഉണ്ടാവുക എന്ന് ആജ്ഞയിട്ടാൽ ഉടനെ അതുണ്ടാകും എന്ന നിലക്കുള്ള അദൃശ്യവും ദിവ്യവുമായ കർത്തൃത്വാധികാര ശക്തി, പഞ്ചേന്ദ്രിയങ്ങളുടെ വഴിയോ ബുദ്ധിയുടെ ചിന്ത കൊണ്ടോ അനുമാനങ്ങൾ, പരീക്ഷണങ്ങൾ മുതലായ മാർഗങ്ങളിൽ കൂടിയോ സ്വപ്നം, ഇൽഹാം എന്നീ വഴികളിലൂടെയോ അല്ലാതെ സ്വയമായി തന്നെ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ കാര്യങ്ങളെ അറിയുവാനുള്ള ജ്ഞാനശക്തി, കോപം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ രോഗം, ആരോഗ്യം, നിർഭാഗ്യം, സൗഭാഗ്യം, ദാരിദ്ര്യം, ഐശ്വര്യം, പരാജയം, വിജയം എന്നിങ്ങനെയുള്ള ശിക്ഷാ രക്ഷകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള നിർമ്മാണ ശക്തി, ഇങ്ങനെ ഇൽമ്, ഇറാദത്ത്, ഖുദ്റത്ത്, തക്വീൻ എന്നീ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ അവന് തുല്യന്മാരെ അറബി മുശ്രിക്കുകൾ ആക്കിയിരുന്നു. അതുപോലെ തന്നെ മുദബ്ബിറുൽ ഉമൂർ, മുസ്തഹിഖുൽ ഉബൂദിയ്യ എന്നീ ഗുണങ്ങളിൽ ഗംഭീയ സാധനം ഇവരൊക്കെ അള്ളാഹുവിനെ പോലെയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നിങ്ങനെ നീണ്ട വിശദീകരണം. 92, 93 പേജുകൾ നീണ്ട വിശദീകരണം. സഹോദരൻ ഈ പുസ്തകം വായിക്ക്, എന്നിട്ട് അടുത്ത മുഖാമുഖത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് നിലപാട് പറയ്. അല്ല, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇനിയും ഞാൻ വെച്ച് നടക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സ്വന്തമായിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ആലോചിക്കുക. പ്രിയപ്പെട്ട സഹോദര, അവരും കൂടിയിട്ട് ഏതെങ്കിലും ആളുകൾ എഴുതിത്തരുന്ന നോട്ടുമായി കുറിപ്പുമായി കൊണ്ട് മുഖാമുഖങ്ങളിൽ ചോദിക്കാൻ വന്നാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങളെ പിടികൂടുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. വില കൂടിയ ആ ഉപദേശം, നിർദ്ദേശം സ്വീകരിക്കുകയാണ്. ആ പുസ്തകം ഇൻഷാ അല്ലാ അത് ഞാൻ വായിച്ചിട്ട് അൻവരിയെ വീട്ടിൽ വന്ന് കാണാനുള്ള സംവിധാനം ഞാൻ ഏർപ്പെടുത്തും. മുഖാമുഖത്ത് വേണ്ട. തീർച്ചയായും നിങ്ങൾ എപ്പോ വരുമ്പോഴും എവിടേക്ക് വന്നാലും ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാൽ വളരെ നിങ്ങളുടെ അടുത്ത് കോടങ്ങാട് ഫോൺ നമ്പർ, കോടങ്ങാട് പള്ളിയിലുള്ള മുദ്രിസ് എപ്പോഴും ഉണ്ടാവും. ചോദ്യം അത് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പുസ്തകം മാത്രമല്ല, ഇപ്പോ ദ്വായിനെ കുറിച്ച് പറഞ്ഞ അറബ് മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞ അൽമനാറും അതുപോലെ തന്നെ KM മൗലവി ഫത്വകളും വന്നു. ഇനി ഇസ്തിഹാസയെ കുറിച്ച് പറയുമ്പോൾ വേറെ ബുക്ക് ഉണ്ടാവും, തവസ്സുലിനെ കുറിച്ച് പറയുമ്പോൾ വേറെ ബുക്ക് ഉണ്ടാവും. ചോദിച്ചു നോക്കിയപ്പോ തന്നെ കാണാം. അതുകൊണ്ട് ആ വായനയും പഠിത്തവും ആ പുസ്തകത്തിൽ മാത്രം ഒതുക്കാതെ എല്ലാതും വായിച്ച് എല്ലാതും പഠിച്ച് വരലായിരിക്കും രക്ഷപ്പെടാൻ നല്ലത് എന്ന് നല്ല നിലക്ക് പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ അറിയിക്കുക. ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, 30 ജ്യൂസ് ഓതിയിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ ഹദീസുകളും പഠിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദ് ചോദിക്കുന്നത്. അല്ലാതെ സുന്നിന്റെ മാസികയും മുജാഹിദിന്റെ മാസികയും ഗ്രൂപ്പിന്റെ മാസികയും വായിച്ചല്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഖുർആൻ അവിടെ ഉണ്ടല്ലോ, ഹദീസിന്റെ കിതാബുകളുണ്ട്, മഹാന്മാരായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ മുന്നിലുണ്ട്. നിങ്ങൾ ആ ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലാണോ അല്ല മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ ഈ പ്രവർത്തനം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗലുകൾ ഉണ്ടാവല്ലോ, നബിന്റെ കൗല് എന്ന് പറഞ്ഞ വഹിയാണല്ലോ. നിങ്ങൾ അതൊന്ന് പറയുസ്താദേ പ്ലീസ്. അപ്പൊ ഈ ഖുർആനും സുന്നത്തും KM മൗലവി വായിച്ചിട്ടില്ലേ? എന്റെ സഹോദര, നിങ്ങൾ പറയുമ്പോ ആലോചിക്കണ്ടേ. ഞാൻ ഖുർആൻ 30 ജുസും വായിച്ചിട്ടുണ്ട്, ഹദീസ് ഏതാണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പറയാണ് 10 കൊല്ലം ദർസിലോതി, ഏതാണ്ട് 10 കൊല്ലം ദർസ് നടത്തി എന്നാ എന്റെ ഓർമ്മ. ഹദീസ് ഏതാണ്ട് മുഴുവനും വായിച്ചു എന്ന് പറയാൻ അതിന്റെ വളരെ ദൂരത്താണ് എന്നാ ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, മൂപ്പർ മേന്മ പറഞ്ഞത് ഏതാണ്ട് ഹദീസുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതാണ് ഹദീസ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ ആളാ. അപ്പൊ അതൊക്കെ ഏതാണ്ട് വായിച്ചെന്ന് പറയണമെങ്കിൽ എത്ര യോഗ്യത വേണം? അതുകൊണ്ടാ സുഹൃത്തിനോട് പറയണത്, ഖുർആൻ വായിച്ചോൻ തന്നെയാ ഖാദിയാനി. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം വിഷയം. ഖുർആൻ വായിച്ചോൻ തന്നെയാ ചേകനൂർ മൗലവിയും, ഖുർആൻ വായിച്ചോൻ തന്നെയാ വ്യഭിചാരത്തിന് തെളിവെടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സലഫുസ് സാലിഹീങ്ങളുടെ മനഹജ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആളല്ലേ KM മൗലവി. KM മൗലവി വായിച്ച ഖുർആനിൽ, KM മൗലവി വായിച്ച ഹദീസിൽ അതിനെതിരായിട്ടുള്ളത് KM മൗലവി പേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ മുജാഹിദ് എന്ന് പറഞ്ഞ്? നിങ്ങൾ പറഞ്ഞോളി സുന്നി എന്നാണ് ഞാൻ ചോദിക്കണത്. എനിക്ക് ഷാഫി മദ്ഹബിലെ ഗ്രന്ഥം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരല്ലോ. നിങ്ങൾ മുജാഹിദാന്ന് പറയുകയും ചെയ്യാ. നിങ്ങൾ ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് മറുപടി അതിൽ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
കെ എം മൗലവിന്റെ ഉദ്ധരണി പറയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ മൗന. കെ എം മൗലവി നിങ്ങൾ വായിച്ച ഖുർആനൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ കെ എം മൗലവി പ്രഥമ പ്രസിഡന്റായി സ്ഥാപിച്ച മുജാഹിദ് പ്രസ്ഥാനം, എല്ലാവരും അംഗീകരിക്കുന്ന കെ എം മൗലവി. ഈ കെ എം മൗലവിന്റെ ഗ്രൂപ്പിനെ, കെ എം മൗലവിന്റെ പുസ്തകത്തെ നിങ്ങൾ ഉൾക്കൊള്ളാത്തതും നിങ്ങൾ അംഗീകരിക്കാത്ത കെ എം മൗലവിന്റെ വരികൾ നമ്മളോട് വായിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്, നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് കെ എം മൗലവി എഴുതിയത് ഖുർആനും സുന്നത്തും കാണാതെയല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് തെളിവ് പറയാൻ പോവാണ്. തെളിവ് ഖുർആനെന്നും ഹദീസിനൊക്കെ തെളിവുകൾ പറയും ഇൻഷാ അല്ലാഹ്. അതിനിപ്പോ നിങ്ങൾ പറഞ്ഞ കെ എം മൗലവി അത് വായിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ഇർഫാനോട് പറയട്ടെ, കെ എം മൗലവി എന്നുള്ള ആളെ പറ്റി കേട്ടറിവ് എനിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ അതെ കേട്ടറിവുള്ളൂ. ആയിക്കോട്ടെ, അത് പരമസാധുവാണ്. ശോട്ടെ, അദ്ദേഹം മുജാഹിദുകാരനാണെന്ന് പറഞ്ഞല്ലോ ഇല്ലേ? മുജാഹിദുകാരനാണെന്ന് മൂപ്പർ പറഞ്ഞു. ഖുർആനും സുന്നത്തൊക്കെ ഏതാണ്ടൊക്കെ വായിച്ച് തീർത്താളാ. കെ എം മൗലവിനെ കേട്ടിട്ടേ ഉള്ളൂ മൂപ്പർ. എങ്ങനെയുണ്ട് ഇപ്പോ? ഖുർആനും സുന്നത്ത് ഏതാണ്ടൊക്കെ വായിച്ച് തീർത്താളാണ്. ഞാൻ നിങ്ങളെ തേജോവധം ചെയ്യില്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, നിങ്ങൾ മുജാഹിദാന്ന് പറയുകയും ചെയ്തിട്ട് സംഭവിക്കുന്ന ഒരു വൈരുദ്ധ്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. ഇരിക്കട്ടെ, എന്നാൽ മക്കത്തെ മുശ്രിക്കുകൾക്ക് അവരുടെ ദേവങ്ങളായ, അവർ ആരാധിച്ചിരുന്ന അവരുടെ ആരാധ്യങ്ങളായ അവരുടെ ബിംബങ്ങളെ സംബന്ധിച്ച്, ലാത്തയെയും ഉസ്സയെ സംബന്ധിച്ച്, അവരാരാധിച്ചിരുന്ന കല്ലുകളെ സംബന്ധിച്ച് എന്താണ് വിശ്വാസം എന്ന് ഞങ്ങളോട് ചോദിക്കുകയാണല്ലോ. പ്രാർത്ഥന സംബന്ധിച്ച് നിങ്ങളുടെ നിലപാടെന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചല്ലോ. ഞങ്ങളത് പറയാൻ പോകാൻ കേട്ടോളൂ. നിങ്ങൾ ഏത് മുജാഹിദിന്റെ മുമ്പിലും, ഏത് മുജാഹിദ് സെന്ററിന്റെ മുമ്പിലും, പുളിക്കൽ വെച്ചാണെങ്കിലും എടവണ്ണയിൽ വെച്ചാണെങ്കിലും എടവണ്ണപ്പാറയിൽ വെച്ചാണെങ്കിലും ഞങ്ങൾ പറയാൻ പോകാം. രണ്ടും കേട്ടോളൂ നിങ്ങൾ. ഒന്നാമത്തത് പ്രാർത്ഥന സംബന്ധിച്ച് നമ്മുടെ നിലപാട് അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വരികൾക്കിടയിൽ. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. എന്നാ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലായിക്കോളി. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ലോക പ്രശസ്ത ഇമാമായ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് ദുആ എന്ന സാങ്കേതികം? ദുആഇന്റെ സാങ്കേതികമായ തലബുൽ അബ്ദി, അടിമ തേടലാണ്, ഹവായിദഹു, അടിമന്റെ ആവശ്യങ്ങൾ, മിർ റബ്ബിഹി, ഉടമയിൽ നിന്ന്. അപ്പൊ അടിമ ഉടമ എന്ന് വിശ്വസിക്കുമ്പോഴാണ്, അങ്ങനെ ഉടമയിൽ നിന്ന് തേടുമ്പോഴാണ് ഇബാദത്ത് ആകുന്ന ദുആ, സാങ്കേതികാർത്ഥത്തിലുള്ള ദുആ എന്ന് ഞങ്ങളുടെ നിലപാട്. അതിനവലംബം തഫ്സീറാണ്, അതിനവലംബം ഖുർആനാണ്. ഇനി രണ്ടാമത്തത്, മക്കത്തെ മുശ്രിക്കുകൾക്ക് അവരുടെ ബിംബങ്ങളെ സംബന്ധിച്ച്, അവരുടെ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് എന്തായിരുന്നോ വിശ്വാസമുണ്ടായിരുന്നത്? അത് ഞങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്. ഇമാം റാസിയും ഇമാം ഇബ്നു കസീറും ഇമാമുകൾ വ്യാഖ്യാനിച്ചത് പ്രകാരം മക്കത്തെ മുശ്രിക്കുകൾക്ക് അവരുടെ ദേവങ്ങളെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം ഞങ്ങൾ ഇവിടെ കെ എം മൗലവിന്റെ ബുക്ക് വായിച്ചല്ലോ. കേൾക്കണം നിങ്ങൾ. മംഗലാപുര സംവാദത്തെ പറ്റിയൊക്കെ മുജാഹിദുകൾ ചോദിച്ചില്ലേ? മംഗലാപുര സംവാദത്തിന്റെ സീഡി കണ്ടാ മൂപ്പര് പറയൂല കെ എം മൗലവിന്റെ ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ പിടികൂടിയത്. ഞങ്ങൾ മംഗലാപുര സംവാദത്തിന് ഈ ബുക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു, ഞങ്ങൾ അവിടെ വായിച്ചിരുന്നു. മംഗലാപുരം സംവാദത്തെ പറ്റി ചോദിക്കാമെന്ന മുജാഹിദ് കുട്ടികള്, മുജാഹിദിന്റെ ആൾക്കാര് ആ കെ എം മൗലവിന്റെ ബുക്ക് പരിചയമില്ല എന്ന് പറഞ്ഞെങ്കിൽ, സംവാദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ വിശ്വസനീയതക്ക് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ മംഗലാപുരം സംവാദത്തിൽ ഞങ്ങൾ ഈ ബുക്ക് വായിച്ചിരുന്നു. ഈ ബുക്കിൽ കെ എം മൗലവി പറഞ്ഞ ആശയം, അഥവാ മക്കത്തെ മുശ്രിക്കുകൾക്ക് അവരുടെ ഉടമകളെ സംബന്ധിച്ചുള്ള, അവരുടെ ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിശ്വാസം, അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ, അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ മുഹമ്മദ് എന്താണ് ഇവിടെ കാണിച്ചത്? മക്കത്തെ മുശ്രിക്കുകൾ ചോദിക്കുകയാണ്, അജഅലൽ ആലിഹത, ഞങ്ങളെ കുറെ ഇലാഹുകളെ കൂട്ടിയിട്ട് ഇലാഹം വാഹിദൻ, ഒരൊറ്റ ഇലാഹാക്കുകയാണോ? ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയൂല, ഞങ്ങൾക്ക് കുറെ ഇലാഹുകൾ വേണമെന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ്. ഇനി എത്ര ആയത്തുകളുണ്ട്? വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, വത്തഖദൂ, മക്കത്തെ മുശ്രിക്കീങ്ങൾ സ്ഥാപിച്ചു, മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ, ഇലാഹൻ, ഇലാഹുകളെ, ആലിഹ, ഇലാഹുകളെ, ഒരുപാട് പരദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ നിലകൊണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇനിയും പരസ്പരം ആയത്തുകൾ ഓതാനുണ്ട്, എത്രയോ തഫ്സീറുകളും പറയാനുണ്ട്. ഈ ആയത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾക്ക് ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞ
പറഞ്ഞ മറുപടി, ഞാൻ സംവാദത്തിൽ, മംഗലാപുരം സംവാദത്തിൽ എന്റെ 10ാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ആ ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്ത്, മംഗലാപുരം സംവാദം ഒന്ന് ശരിക്കും കേട്ടാൽ നിങ്ങളെ ചോദ്യത്തിന് മറുപടിയാകും. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ SKSSFന്റെ ഇസ്തിഖാമ എന്നൊരു വിങ്ങുണ്ട്, ആദർശം കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. SKSSF എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇബാദ്, അതിൽപ്പെട്ട ഒന്നാണ് ട്രെൻഡ്, അതിൽപ്പെട്ട ഒന്നാണ് വിഖായ. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുള്ള കൂട്ടത്തിൽ ആദർശം കൈകാര്യം ചെയ്യുന്ന ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായ ഞങ്ങൾ എടവണ്ണപ്പാറയിലെ ഞങ്ങളുടെ സംസാരം ശ്രവിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് സുഹൃത്ത് പറഞ്ഞല്ലോ, അൻവരിന്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങ് വരാമെന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇസ്തിഖാമ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒറ്റക്ക് വേണോ, കൂട്ടമായിട്ട് വേണോ, സംവാദം വേണോ, വ്യവസ്ഥ വേണോ, ഞങ്ങൾ റെഡിയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്തിന് ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ അത് കാരണമായാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം ഞങ്ങൾ 10 മണിയാ ഉദ്ദേശിച്ചത്. 10 മിനിറ്റ് ഏറെ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10:20 ആയിട്ട് ഒരു 5-10 മിനിറ്റ് ചെറിയൊരു ദുആവും കൂടി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുഴുവൻ ആളുകളും, ഇതിൽ അപ്പുറം മുജാഹിദുകളിൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. മുഴുവൻ ആളുകളും ഒരു 3 സലാത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, എന്താ ചെയ്തിട്ട് നേരമൾക്ക് നേരെ ചോദിക്കുക. അത് ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ചോദ്യം ഇതാ ചോദ്യം. അതെന്തിനങ്ങനെ 10 മണി വരെ സമയം തന്ന് 10:10 തന്ന് 10:20 ഇൻഷാ അല്ലാഹ്. ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലുക. സല്ലല്ലാഹു